ഈ സൂപ്രണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകരെ, ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച സെക്രട്ടറി, അതുപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകരും, ഇങ്ങനെയാണ് ഈ പരിപാടി നടക്കേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവനക്കാരുടെ കൂട്ടായ്മ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം യാതൊരു വലിപ്പച്ചെറുക്ക, യാതൊരു റാങ്കിങ്ങോ കാര്യം ഒന്നുമില്ലാത്ത ജീവനക്കാര് താഴേക്കുള്ള റാങ്കിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം മുകളിലെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൂടി ഇത് കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു സംവിധാനമാണ്. അതിന് ആദ്യമായി സെക്രട്ടറിയോട് നന്ദി പറയാണ്. ഇവിടെ ഈ ഭരണകർത്താക്കളുടെ കാലത്ത് ഏറ്റവും അവസാനം വന്ന ഒരു ഉദ്യോഗസ്ഥൻ ഞാനാണ്. വന്നിട്ട് ഒരു 15-20 ദിവസമേ ആയിട്ടുള്ളൂ. എനിക്ക് എല്ലാവരെയും മുഖം പരിചയമുണ്ട്, എല്ലാ കൗൺസിലർമാരെയും മുഖം പരിചയമുണ്ട്. ഈ 20 ദിവസം കൊണ്ട് നല്ല രീതിയിൽ കൗൺസിലർമായിട്ട് ഇടപെടാൻ സാധിച്ചത് അവരുടെ നല്ല മനസ്സിന്റെ ഉടമ ഉള്ളതുകൊണ്ടാണ്. കാരണം ആരും തന്നെ ഒന്ന് മാറി നിൽക്കാതെ നമ്മളെ വന്ന് പരിചയപ്പെടുകയും നമ്മൾ അങ്ങോട്ട് പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും, അതുപോലെ തന്നെ ചെയർമാൻ നല്ല രീതിയിലാണ് നമ്മളോട് ഇടപെടുകയും ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രത്യേകിച്ചിട്ട് നല്ല രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സെക്രട്ടറി, ഇവിടെ എല്ലാവരും പറഞ്ഞു സെക്രട്ടറിയെ കുറിച്ച്. ഞാൻ സെക്രട്ടറിയെ കുറിച്ച് വരുമ്പോൾ തന്നെ പല സ്ഥലത്തും അന്വേഷിച്ചിട്ടും നല്ലൊരു അനുഭവം ആണ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നമ്മുടെ ഹെഡുകൾക്ക്, നമ്മുടെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല സഹകരണം നമ്മുടെ സെക്രട്ടറി ഭാഗത്തുനിന്നുണ്ട്. എല്ലാ കൗൺസിലർമാരെയും നല്ല രീതിയിൽ പെരുമാറ്റവും എല്ലാ രീതിയിലും നല്ലവരാണ്. അവർ വീണ്ടും ഈ അടുത്ത കൗൺസിലേക്കും അവരുണ്ടാവണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മഹാനായ മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജിന്റെ ഭാഗമായുള്ള ജനങ്ങളുടെ അധികാരത്തിൽ ഇടപെടാനുള്ള ചാലക ശക്തിയായിട്ടാണ് ഒരുപക്ഷെ ജനാധിപത്യ ബോധത്തിന്റെ അഹന്തയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധിക്കാരവും ഒന്നുമില്ലാതെ സർവശക്തന്റെ അപാരമായ അനുഗ്രഹത്താൽ 2020 ഡിസംബറിൽ ഒരുപക്ഷെ ഹോമിയോ ഗുളിക ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ് ഏറെ ആദരണീയനായ നഗരസഭാ ചെയർമാൻ വടക്കേൽ ഷഫീഖ് അവരുടെ കാലത്ത് നമ്മളൊക്കെ ജനപ്രതിനിധികളായി പയ്യോളി നഗരസഭയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഏറെ പങ്കുവഹിക്കപ്പെടുന്ന ജനപ്രതിനിധികൾ, എല്ലാവരും ജനപ്രതിനിധികളാവില്ല. ഒരുപക്ഷെ ഒരു വാർഡിൽ ഒരു വോട്ടർ പട്ടികയിൽ 1000-1165 ആളുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവശക്തന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ 36 ആളുകളും, അതിലെല്ലാം ഉപരി ഈ എളിയവനായ ഞാൻ, ഈ 9ാം വാർഡിന്റെ പ്രതിനിധിയെ വിളിച്ചപ്പോ അവിടെ പെട്ടെന്നാണ് മധുരം കടന്നു വരുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് 9ാം വാർഡിൽ നിന്നും ഒരു എളിയ ജനപ്രതിനിധിയായി, ജനങ്ങളുടെ സേവകനായി, അത് ഗുണഭോക്തൃ വിഹിതമായാലും അർഹതപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ അവരുടെ കൈകളിൽ എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട്, ഇതൊരു വലിയ പദവിയൊന്നുമല്ല, ഒരു ജനസേവനം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അതിലുപരിയായിട്ട് ആ രീതിയിൽ ഞാൻ എപ്പോഴും ഏത് കാര്യത്തിലും സെക്രട്ടറി ഒന്നുകൂടെ ചിരിക്കും പറയുമ്പോൾ, ചീരെടുത്തിയും കണാരേട്ടനും കണ്ണേട്ടനും ഒക്കെ മൊയ്തൂക്കൊക്കെ ഇവിടെ വരുമ്പോൾ അവരെ വളരെ എന്താ പറയാ, സാധാരണക്കാരെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്ന ഒരു പറ്റം മനുഷ്യ മനസ്സുള്ള ജീവനക്കാർ, പ്രത്യേകിച്ച് സെക്രട്ടറിയെ പോലുള്ള, ഞാൻ ആളെ നേരത്തെ ഔപചാരികതൊന്നും ഇതിന്റെ ആവശ്യമില്ല, സ്വാഗത ഭാഷണമില്ല, അധ്യക്ഷ പദവിയില്ല, ഉദ്ഘാടനമില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ ഇടപെടുന്ന ഒരു പറ്റം ജീവനക്കാരുടെ നടുവിൽ നിന്ന് ഞങ്ങൾ പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു പക്ഷേ ഞങ്ങളുടെ കാലാവധി കഴിയുകയാണ്. ആ കാലാവധി കഴിയുന്നതോടുകൂടി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സേവനങ്ങൾ ആളുകൾക്ക് ചെയ്യാനും അതിലുപരി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ആനുകൂല്യം എത്തിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മഹത്തായ ഈ ഒരു ജനാധിപത്യ ബോധത്തിന്റെ, പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ മഹാത്മാവിനെ നമിച്ചുകൊണ്ട് ആ ഗ്രാമസ്വരാജ് നടപ്പാക്കുന്നതിൽ എത്രത്തോളം ഈ 5 വർഷക്കാലം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഒരു ഹൃദ്യമായ വളരെ ഒരു വൃത്തിയായിട്ടുള്ള ഈ ഒരു സ്വീകരണം, അങ്ങനെ തന്നെ പറയട്ടെ, എല്ലാവരും ഇരുന്നു കൊണ്ട് വളരെ എന്താ പറയുക, എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരിയാണ്. ആ പുഞ്ചിരി എന്നും മനസ്സിൽ സൂക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഹൃദ്യമായ വരവേൽപ്പിന് എൻ്റെ ഹൃദയ ഭാഷയിൽ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട്, ലാജ് മാത്രമല്ല ഈ നഗരസഭയിലെ നിമിഷ കവി,
അൻവർ കായരുകണ്ടി എന്ന് പറയുന്ന ഈ ഒരു എളിയ വിനീത പൊതുപ്രവർത്തകനും ഒരു നിമിഷ കവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട വടക്കേൽ ഷഫീഖിന്റെ അടുത്താണ് ഞാൻ ഇരുന്നത്. അപ്പോൾ കവിത എന്തായാലും ഒഴുകി വരുന്ന രൂപത്തിൽ ഞാൻ ഒരു 4 വരി കവിത എഴുതിയിട്ടുണ്ട്. പിരിയുന്നു നമ്മൾ പിരിയാതെ പിണങ്ങാതെ പരിശുദ്ധമാം ജനാധിപത്യബോധത്തിന്റെ ഹൃത്തടത്തിൽ ഉരുകിത്തീരുമീ ജീവിതയാത്രയിൽ സേവകരായി മാറിയ സോദരരെ. അർഹതയുടെ ആധികാരികതയുടെ നേർക്കാഴ്ചകൾ സമത്വ സുന്ദരമായ സാഹോദര്യമാം ജപമാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ഇനിയും ഒരുപാട് കാലമാം വീജിയിൽ മങ്ങാതെ മറയാതെ ഓളങ്ങളായി ഒഴുകിടട്ടെ. ഇനിയുള്ള നാളുകൾ, ഇനിയുള്ള രാവുകൾ, ഇനിയുള്ള പടവുകൾ ഓർമ്മിക്കുവാൻ നമ്മൾ എന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഇവിടെ ഒരു മൊമെന്റോ വാങ്ങിക്കാനായിട്ടാണ് എന്നെ ക്ഷണിച്ചു വരുത്തിയത്. നിങ്ങളെല്ലാവരെയും വീണ്ടും കാണാൻ കഴിഞ്ഞതിലും ഈ ഭരണസമിതിക്ക് കീഴിൽ കുറച്ച് നാളാണെങ്കിലും വർക്ക് ചെയ്യാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം പയ്യോളി എന്ന് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. എല്ലാവർക്കും സ്നേഹമാണ്, ഭയങ്കരമായ സ്നേഹമാണ്. കാരണം ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫറായി വന്ന സമയത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കും, എന്തുണ്ട് പയ്യോളിയിൽ വിശേഷം, എങ്ങനെയുണ്ട്, ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ പറയും എപ്പോഴും ഒറ്റ മറുപടിയേ ഉള്ളൂ, എല്ലാവരും നല്ല സ്നേഹമാണ്. സ്റ്റാഫുകളാണെങ്കിലും ഭയങ്കര സ്നേഹമാണ്, ഭരണസമിതി ആണെങ്കിലും കൗൺസിലേഴ്സ് ആണെങ്കിലും സ്നേഹമാണ്. അപ്പൊ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ അവര് സ്നേഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മഹിജ മാഡത്തിനാണ് എനിക്ക് നറുക്ക് കിട്ടിയിരിക്കുന്നത്. നമസ്കാരം. ഇവിടുത്തെ ക്യാപ്ഷൻ പോലെ തന്നെ 5 വർഷം നമുക്ക് ആർക്കും ഒരു അധികാരത്തിന്റെ ഗർവം തലക്കി പിടിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഇത്രയും നല്ല ഒരു യാത്രയയപ്പ് തന്ന സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഭരണസമിതിയിലും ഒരു അംഗമായിരുന്നു. അപ്പോഴൊന്നും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നിട്ടില്ല. തികച്ചും വേറിട്ട ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നത്. എന്തായാലും ഈ 5 വർഷത്തിനിടയ്ക്ക് ആരോടെങ്കിലും, ഉദ്യോഗസ്ഥന്മാരോടായാലും കൗൺസിലർമാരോടായാലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. വലിയ വേദികളിൽ സംസാരിച്ച് പരിചയമൊന്നും എനിക്കില്ല. PMAY സെക്ഷനിൽ 2 വർഷമായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുവിധം കുറെ കൗൺസിലർമാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. വേറെ അടുത്തല്ലെങ്കിലും ഓരോരുത്തരെ അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരെന്നുള്ളയോ രാഷ്ട്രീയക്കാരെന്നുള്ളയോ യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ ഉദ്യോഗസ്ഥരോട് ഇവരിടപെട്ടത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ആദ്യമായി തന്നെ ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ എല്ലാ ജീവനക്കാരെയും ഞാൻ അഭിവാദ്യം ചെയ്യാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 5 വർഷക്കാലം ഞാൻ ആസ്വദിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു 10-12 വയസ്സ് മുതൽ ഞാൻ ഇന്നെടുക്കുന്ന തൊഴിലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് നോക്കുന്ന 36 സഹോദരിമാരെ കിട്ടി, സഹോദരന്മാരെ കിട്ടി, 36 ആൾക്കാർ. അതുപോലെ തന്നെ ഇവിടെയുള്ള ജീവനക്കാർ എല്ലാവരും നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും. അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന ഷെറിൻ സോളമൻ, അതുപോലെ തന്നെ സുരേഷ് സാറ്. ഷെറിൻ സോളമനൊക്കെ എന്നെ ഞാനൊരു കാര്യത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നോടേക്കും ജോലി ഉണ്ടോ? ഞാൻ പറയും ആ ജോലിയുണ്ട്, എങ്കിലും ലീവാക്കണ്ട, ഞാൻ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി, ഞാൻ ചെയ്തിരുന്നു പറയും. അത്രയേറെ നല്ല ഒരു പെരുമാറ്റം എന്നോട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുരേഷ് സാറ്, പിന്നെ പഴയ AE, പിന്നെ അങ്ങനെയുള്ള, അതുപോലെ തന്നെ ഇപ്പം നമ്മളെ AE, അതുപോലെ തന്നെ സെക്രട്ടറി, എല്ലാവരും എല്ലാ കാര്യത്തിനും നമ്മൾ ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ പിന്നെ എഞ്ചിനീയറിംഗ് സെക്ഷനിലെ സ്റ്റാഫുകളെല്ലാം തന്നെ ആരിസ് ഖാനോടൊക്കെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും എന്നോട് നിങ്ങളെല്ലാം റെഡിയായിരിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങൾ റെഡിയായിരിക്കും എന്നോട് പറയാം. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ പിന്നെ ഒരുപാട് സഹോദരിമാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട 1-2 സഹോദരിമാരെ കിട്ടി. അതുപോലെ തന്നെ എൻ്റെ മകളെ പോലെയുള്ളൊരു സഹോദരിനെ കിട്ടി. അതുപോലെ തന്നെ ഞങ്ങളെ എന്നും ഒരു മാഷ, അതായത് അധ്യാപകനായിക്കോട്ടെ, ഒരു സുഹൃത്തായിട്ടും ഒരു എന്താ പറയുക, അതിൽ അങ്ങനെയുള്ള ഒരു മാഷെ ഞങ്ങൾക്ക് കിട്ടി. അതൊക്കെ ഈ 5 വർഷക്കാലം കൊണ്ട് കിട്ടിയ ഒരു അനുഭവമാണ്. വർഷത്തോളമായി ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട്
ആദ്യം ഹെൽത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, അവിടെയും പിന്നെ പിന്നെ മാറിയത് പെൻഷൻ സീറ്റിലേക്കാണ്. 2 സീറ്റിലും നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് എല്ലാ കൗൺസിലർമാരോടും സഹകരിച്ചിട്ടുണ്ട് എല്ലാവരും. പിന്നെ പെൻഷൻ നിരസിക്കുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു പ്രയാസം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തരും. യാതൊരു പ്രവർത്തന പരിചയമില്ലാതെയാണ് ഞാൻ ഈ ഒരു പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. ഭയങ്കര ആശങ്കയോടും പേടിയോടും കൂടിയായിരുന്നു നഗരസഭയിലെത്തിയത്. പക്ഷെ എന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം എനിക്ക് വാർഡുകളിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ആ പ്രവർത്തനത്തിനൊക്കെ തന്നെയും ഇവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങളുടെ നല്ല രീതിയിലുള്ള സഹകരണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലേഴ്സ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എല്ലാ രീതിയിലുള്ള സഹകരണവും നൽകിയിട്ടുണ്ട്. ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച, ഈ ഒരു സ്നേഹാന്തരീക്ഷം സൃഷ്ടിച്ച നമ്മുടെ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയും മെഞ്ഞാന്നായിട്ട് ഞാൻ ഇവരൊക്കെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോട്ടോ അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ വഴിയെ മനസ്സിലാവുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. സസ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ 8 മാസമായി. പക്ഷെ എല്ലാവരെയും അതിനുശേഷം ആദ്യത്തെ 2 മാസം കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് മീറ്റിംഗിൽ സെക്രട്ടറി പറയുണ്ടായി, ഇവർക്ക് ഇവിടെ എല്ലാ കൗൺസിലേഴ്സിനും 2 മാസം കൊണ്ട് തന്നെ പരിചയമായി. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാവരോടും കയറി ഇടപഴകും മീൻസ്. അപ്പോ പിന്നെ കൗൺസിൽ ക്ലർക്ക് ആയതിനു ശേഷം ഓരോരുത്തരെയും പിന്നെ നന്നായിട്ട് അടുത്ത് പരിചയമായി. അപ്പൊ ഇവരൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ തിരിച്ചു വരണം എന്ന് ഞാൻ ഓരോരുത്തരോടും പേഴ്സണലായിട്ട് പറയലുണ്ട്. പലരും മടിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ തന്നെ തിരിച്ചു വരണം. സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാനും ഈ പറഞ്ഞതിനോട് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഈ ഫീൽഡിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ജനങ്ങൾ എന്നിൽ അർപ്പിച്ച ആ ഒരു ഉത്തരവാദിത്തം നല്ല രീതിയിൽ തന്നെ ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ എല്ലാവരും ഇങ്ങനെ പറയലുണ്ട് ഇനി ആകാൻ പറ്റില്ല, അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും വാർഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ജനങ്ങളുമായിട്ട് നല്ല ഒരു അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് സ്റ്റാഫുകൾ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഏതൊരു ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പോയാലും ഒരു കറുത്ത ഒരു മുഖം ആരെടുക്കുന്നു ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നല്ലൊരു പെരുമാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനൊരുപാട് നന്ദി നിങ്ങളോട് അറിയിക്കുകയാണ്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ എപ്പെങ്കിലും ഇവിടെ കയറി വരാൻ സാഹചര്യം ഉണ്ടായാൽ ആ ഒരു സ്നേഹം കാണിക്കണം എന്ന് മാത്രം അറിയിക്കുകയാണ്. നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതുവരെ വർക്ക് ചെയ്തതിൽ സമ്മർദ്ദം ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റി ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൂരം കൂടുതലായി ട്രാൻസ്ഫർ പോലും കൊടുക്കാതെ ഇവിടെ നിൽക്കുന്നത്. എത്താൻ ദൂരം കൂടുതലാണ്. എല്ലാ വാർഡ് കൗൺസിലർമാർക്കും ആശംസകൾ അറിയിക്കുന്നു. പ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്. കോവിഡിന്റെ സമയം 20 വർഷത്തിന് ശേഷം ഒരു കുട്ടി ഉണ്ടായി. അപ്പം അതിൻ്റെതായ ഒരു കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് മുൻ ചെയർമാനായിക്കോട്ടെ, ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര് എല്ലാവരും, പിന്നെ ബാബുവേട്ട് എല്ലാവരും, ഷഹനാസ്, എല്ലാവരും പേരും എടുത്തു പറയാൻ, അല്ല രേവതി ചേച്ചി, എല്ലാവരും, അതുപോലെ എൻ്റെ സ്റ്റാഫുകൾ എല്ലാവരും. ഫസ്റ്റില് നമുക്ക് എല്ലാ ഉദ്യോഗസ്ഥന്മാർ കുറേ ആൾ പോയി. പിന്നെ അപ്പോൾ എൻ്റെ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. പിന്നെ ഈ വെട്ടിയടുത്താഴെ ഒരു ഡ്രൈനേജ്, പിന്നെ 2 സ്കൂളുണ്ട്. ഇപ്പൊ സ്കൂളിലെ മക്കളെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നേരം വെള്ളം, ഇപ്പൊ എല്ലാ നാട്ടുകാരെല്ലാവരും എൻ്റെ വീട്ടിലായിരിക്കും. ഇങ്ങനെ ഈ വെള്ളത്തിൽ കുട്ടികൾ എങ്ങനെ ഇങ്ങനെ പോവുക, നിങ്ങളൊരു കൗൺസിലറായിട്ട് എന്നെല്ലാം പറയുമ്പോൾ ഞാൻ മുൻ ചെയർമാനോട് പറഞ്ഞ്, അപ്പോൾ അദ്ദേഹം അത് മറക്കാതെ ഫണ്ട് വെച്ച് തന്നു. അപ്പൊ അതിന് ശേഷം നമ്മുടെ എഞ്ചിനീയറിംഗ് ടീമൊക്കെ പിന്നെ നമുക്ക് വന്നിട്ട് പല പ്രശ്നങ്ങളും ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നീട് ഇപ്പോഴ് നമ്മളെ പുതിയൊരു എഞ്ചിനീയറിംഗ് ടീം ഇവിടെ വന്ന് അത് നന്നായിട്ട് പരിഹരിച്ചു തന്നെ. ഏറെ പ്രിയപ്പെട്ട എൻ്റെ ജീവനക്കാർ തന്ന ഈ ഉപഹാരം, അതുപോലെ തന്നെ ഈ ഒരു ആദരവ്, ഒരു അംഗീകാരം എൻ്റെ ജീവിതത്തിൽ ഇന്നും കാത്തു സൂക്ഷിക്കും. അതോടൊപ്പം തന്നെ 2020 ഡിസംബറിൽ ഒരു പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശങ്കകളും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ടായതുപോലെ തന്നെ എനിക്കുണ്ടായിട്ടുണ്ട്. എന്താകും എന്നുള്ളത്. പക്ഷെ നമ്മള് ആ ദിവസം രാവിലെ ദൈവാനുഗ്രഹത്താൽ സത്യപ്രതിജ്ഞ ചെയ്തു. ബഹുമാനപ്പെട്ട സന്തുമാഷ് കൂടി ആ വേദിയിലുണ്ടായിരുന്നു. അനുഗ്രഹീതമായ ഒരു സദസ്സായിരുന്നു അന്നത്തെ ആ ഒരു ഫസ്റ്റ്. ഉച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട വൈസ് ഫാത്തിമ ഉച്ചയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്തു. 4 മണിക്ക് ഞാൻ ആദ്യമായി സ്റ്റാഫിന്റെ മീറ്റിംഗാണ് ഫസ്റ്റ് വിളിച്ചത്. സെക്രട്ടറിയോട് നേരിട്ട് പറഞ്ഞ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സ്റ്റാഫിന്റെ മീറ്റിംഗ് വിളിക്കണം.
ഞാൻ ആദ്യമായി സെക്രട്ടറിയോട് പറയുന്നത് ആദ്യമായി നഗരസഭ എങ്ങനെയായിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് ആ സ്റ്റാഫ് അംഗങ്ങളോട് അന്ന് ഞാൻ പറയുകയും ഞാൻ പോകുന്നത് വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ സ്റ്റാഫ് അംഗങ്ങൾ അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ അറിയിക്കാനുള്ളത്. അന്നത്തെ എൻ്റെ കൂടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഷെറി ഐറിൻ സോളമൻ, അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ആ സെക്രട്ടറിയെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പദവി വരെ എനിക്ക് അലങ്കരിക്കാൻ പറ്റും എന്ന് പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം സെക്രട്ടറിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു. പക്ഷെ ഏറ്റവും നല്ല സെക്രട്ടറി കേട്ടോ, ഉള്ളിൽ ഒന്നുമില്ല. എനിക്കും ചന്തുമാഷും കൂടുതൽ അറിയാം. കാരണം തന്നെ ഉള്ളിൽ ഒന്നുമില്ലാതെ പക്ഷെ പുറത്ത് വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിൽ പ്രകടിപ്പിക്കും. ഉള്ളിലേക്ക് കയറി വരുന്ന ഒരു അയ്യോളിയിലെ ഒരു പൗരനോട് ഇറങ്ങി പുറത്തു നിൽക്കുന്ന വളരെ പറഞ്ഞിട്ടുണ്ട്. പലതരത്തിൽ ഒരു ചെയർമാൻ എന്ന നിലയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കേണ്ടത് വരികയും ചെയ്തു അന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു നഗരസഭാ ചെയർമാൻ, നഗര ആക്ട് നോക്കി അറിയാറ്, നഗരസഭാ ചെയർമാന് ജീവനക്കാരുടെ പേരിൽ നടപടി എടുക്കാനുള്ള ഒരു അധികാരമുണ്ട്. എല്ലാവർക്കും അറിയാം, ജീവനക്കാർക്കും അറിയാം, ഇവിടുത്തെ ഒട്ടുമിക്ക കൗൺസിലർമാർക്കും അറിയായിരിക്കും. ഒരു ജീവനക്കാരുടെ പേരിൽ നടപടി എടുക്കാൻ ഒരു മുനിസിപ്പൽ ഭരണസമിതിയും മുനിസിപ്പൽ ചെയർമാൻ അധികാരമുണ്ട്. വായിക്കൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഒരിക്കൽ പോലും ഈ ഒരു നഗരസഭയിൽ ഒരു നോട്ടീസ് പോലും കൊടുക്കേണ്ട ഒരു സാഹചര്യം ഈ ഭരണസമിതിയിൽ ഞാൻ ചെയർമാനായിരിക്കുന്നു, അതുപോലെ തന്നെ എനിക്ക് ചെയർമാനായിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. ആ യോഗത്തിൽ വെച്ച്, അന്നത്തെ ആ സ്റ്റാഫ് മീറ്റിംഗിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞത്, അവസാനമായി പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തത്, ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ജീവനക്കാരും ചെയർമാനും കൗൺസിലർമാരും ഒന്നിച്ചു പോകണം എന്ന് ആ ഒരു യോഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പിരിഞ്ഞ് എന്നെ യാത്ര അയച്ച് ചെയർമാൻ സ്ഥാനത്ത് യാത്ര അയച്ച് അതിനുശേഷം ഇവിടെ ഇരിക്കുന്ന അന്നത്തെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ആ കാലഘട്ടത്തിലും പിന്നെ ആ സമയത്ത് വന്ന സ്റ്റാഫ് അംഗങ്ങളൊക്കെ തന്നെ കാപ്പാട് റിസോർട്ടിൽ വെച്ചിട്ട് എനിക്കൊരു ആദരവ് വന്നിരുന്നു. ആ ഒരു സ്ഥലത്തും അന്നത്തെ അവിടുത്തെ സൂപ്രണ്ട്, ആ പദവി അലങ്കരിച്ച സെക്രട്ടറി ചാർജുള്ള സൂപ്രണ്ട്, ഞാൻ ആ പറഞ്ഞ ഒരു ഭാഗം കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിച്ചത്. കാരണം നമ്മൾ ആ ഒരു മാലയിൽ കോർത്ത മുത്തുപോലെയാണ് ഈ നിമിഷം പോലെ നമ്മൾ പ്രവർത്തിച്ചത്. ഒട്ടനവധി അനുഭവങ്ങൾ, നമ്മൾ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ നമ്മളുടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ. ഒരു പുതിയ ആളായി ഒരു കൗൺസിലിൽ മത്സരിക്കാനുള്ള അവസരം എൻ്റെ പാർട്ടി തന്നു. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. മുനിസിപ്പൽ കൗൺസിലറായി, മുനിസിപ്പൽ ചെയർമാനായി എല്ലാവരെയും ചേർത്ത് പിടിച്ച് പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലുതാണ്, ഒരു ചെറുതല്ല, ഒരു വലുതാണ്. അപ്പൊ എൻ്റെ ജീവിതാനുഭവങ്ങൾ അത്രയും ഒരു പ്രയാസ കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങൾ തന്നെ എന്തുണ്ടായിട്ടുണ്ട്, ഇവിടെ ഒരു ചെയർമാൻ എന്ന നിലയിൽ എനിക്കത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ജീവിതാനുഭവങ്ങൾ ആർക്കും ഉണ്ടാകുന്ന ജീവിതാനുഭവങ്ങൾ ഒരു പദവി അലങ്കരിക്കുന്ന സമയത്ത് അതിനോട് കൂട്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക. അപ്പോൾ ആ ഒരു രീതിയിൽ ക്ഷമയോടുകൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ 16ാമത്തെ വയസ്സിലാണ് എൻ്റെ വാപ്പ മരണപ്പെടുന്നത്. എനിക്ക് 5 പെങ്ങന്മാരാണുള്ളത്. ഏറ്റവും ഇളയ പെങ്ങളെ കല്യാണം തീർച്ചപ്പെടുത്തിയതിൻ്റെ 12 ദിവസം, കല്യാണത്തിന് 12 ദിവസം മുമ്പാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡിലാണ് ഒരു കസേരയിൽ എൻ്റെ വാപ്പ ഇരിക്കുന്നത്. അതോടുകൂടി എൻ്റെ വാപ്പ എന്നെ വിട്ടുപോയി. പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ജീവിതത്തിൽ തന്നെ ഭാരം, അറിയാലോ, 5 പെങ്ങന്മാർ ഉൾപ്പെടെയുള്ള വരാനിരിക്കുന്ന കല്യാണം ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. എൻ്റെ പെങ്ങളെ കല്യാണം ഒന്നുമില്ല, പക്ഷെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഒരു അനിശ്ചിതത്വത്തിൽ ആണ് ഞാനൊരു എന്തായിരുന്നത് എൻ്റെ പെങ്ങളെ എൻ്റെ അളിയന് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ എന്തുണ്ടായി, അതേ ഒരു അനുഭവമാണ്. പെട്ടെന്നാണ് എന്നോട് മത്സരിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ ചാനൽ കൂടെ വന്നതുപോലെ നേരെ വന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മുനിസിപ്പൽ ചെയർമാന്റെ കസേരയിലേക്കാണ് ഞാൻ ആദ്യം വന്നിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ അനുഭവങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു എന്നുള്ളത്. ആ ജോലിയും കാര്യങ്ങളൊക്കെ തന്നെ 21ാമത്തെ വയസ്സിൽ ഞാൻ ഒരു ബാങ്കിൽ എനിക്ക് ജോലി കിട്ടി. അത് വളരെ നല്ല രീതിയിൽ എനിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചു. ഞാൻ ആ സമയത്ത് ജോലിയിൽ 2.5 വർഷം ലീവ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജീവിത വട്ടച്ചെലവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ. അപ്പോൾ പിന്നീട് അനുഭവങ്ങൾ, ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരുപാട് നല്ല അനുഭവങ്ങൾ. ഞാൻ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചതിന് ശേഷം പിന്നീട് ഒറ്റപ്പെട്ട ചില ജീവനക്കാർ എന്ത് ചെയ്ത് സമയം വൈകി വരാൻ തുടങ്ങി. പല പ്രയാസങ്ങളും ഉണ്ടായിരിക്കും. സമയം കഴിഞ്ഞ് ഓഫീസിൽ വരാൻ തുടങ്ങി. തുടർച്ചയായി വരാൻ വൈകിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം രാവിലെ നേരത്തെ, കൈവിലും സാധാരണത്തിൽ നേരത്തെ ഓഫീസിന്റെ താഴെ ഇരുന്ന് നമ്മളിപ്പോഴത്തെ മിനിയച്ചൊക്കെ ഇരിക്കുന്ന, ഷൈജിയൊക്കെ ഇരിക്കുന്ന ഭാഗത്തെ സൈഡിൽ ഇരുന്ന് പേപ്പർ വായിക്കുക. അപ്പോൾ ആ ജീവനക്കാർ ഇങ്ങനെ കടന്നു വരികയാണ്.
ആ കടന്നു വരുന്ന സമയത്ത് ഞാൻ സാറിന് വാച്ച് ഉപയോഗിക്കില്ല. ഞാൻ വാച്ച് കെട്ടി ഞാൻ ഓഫീസിലേക്ക് വന്ന് കടന്നു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വാച്ചിൽ ഒന്ന് നോക്കി ഞാൻ പത്രം വായന തുടർന്നു. അത് മാത്രം മതി. അന്നത്തെ ആ ഒരു സംഭവം, ആ ഒരു വാച്ചിൽ നോക്കിയതോടുകൂടി ആ ജീവനക്കാരി എന്ത് ചെയ്തിട്ടില്ല, പിന്നെ വൈകി വന്നിട്ടില്ല. ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു വാക്കുപോലും ആ ജീവനക്കാരിയോട് എനിക്ക് പറയാൻ, ആ ജീവനക്കാരിയോട് ഇല്ല, ആ ജീവനക്കാരിയോട് എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷെ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് ആ ജീവനക്കാരി അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ഒരുപോലും ആ ജീവനക്കാരി തിരിഞ്ഞിട്ടില്ല. എന്ത്, എനിക്കത് മനസ്സിലായിട്ടാണ് വാച്ചിൽ നോക്കിയൊന്നുമില്ല, പക്ഷെ അവർക്ക് മനസ്സിലായിട്ടില്ല. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, എല്ലാവരോടും നല്ല സൗഹൃദത്തോടും സന്തോഷത്തോടു കൂടി നമ്മൾ കൊണ്ടുപോയത്. ഒരു അനുഭവം കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഇവിടെ വന്ന് പല അനുഭവങ്ങളും നേരിട്ട് ആദ്യമായി കടന്നു വരിക. ഈ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും നല്ലൊരു ഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മുമ്പിൽ അറിയാം, നമ്മളെ നേരത്തെ തിരുവനന്തപുരത്തുള്ള പ്രശാന്ത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റീന്റെ ആ ഇത് കയറി വരുന്ന സമയത്ത് നമ്മളെ വർണ്ണപ്പൂവ് വലിയ വിശാലമായി കിടക്കുക. ഇത് എവിടെ തൊട്ടെന്നറിയോ? ഏറ്റവും മുകളിലത്തെ തട്ടിൽ തൊട്ട് പച്ചയും വെള്ളയുമായിട്ട് കിടക്കുക. നിങ്ങൾ ആരെങ്കിലും അത് ആസ്വദിച്ചോ? ഇവിടെ വരുന്ന ആരും ആസ്വദിക്കൂല. കാരണം എന്താ, ആദിയായി കയറി വരിക. ഇതിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന ആളുകൾ ആദിയോടുകൂടിയാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് ആ ഫ്ലവർ ആർക്കും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു ദിവസം നേരത്തെ വന്ന് എന്തോ ഒരു ആവശ്യത്തിന് ഓഫീസിന്റെ അപ്പുറത്ത് നിൽക്കുന്ന സമയത്താണ് എനിക്ക് അത് നേരിട്ട് പോയി. ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ഇട്ടിരുന്നു. പക്ഷെ അത് നമ്മുടെ ഓഫീസിന്റെ ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ LSTD ഓഫീസ് എപ്പോൾ അങ്ങനെയാണ്. ജീവനക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, ഭൂമി ലോകത്തെ ജീവനക്കാരിൽ ഏറ്റവും ക്ഷമയുള്ളവരാരാന്ന് ചോദിച്ചാൽ അത് LSTD ജീവനക്കാരായിരിക്കും. ഒരു സംശയം വേണ്ട. കാരണം എന്താ പറയാം, ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവരാ. ഏത് ഡിപ്പാർട്ട്മെന്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ജീവനക്കാരിലേറെന്ന് ചോദിച്ചാൽ അത് LSTDയിലായിരുന്നു. ഓരോ സമയത്ത് വരുന്ന ഗവൺമെന്റ് ഉത്തരവുകൾ സെക്കൻഡ് വെച്ചിട്ട് RBI നോട്ടീസ് നിരോധിച്ച സമയത്ത് അന്ന് വർഷമൊക്കെ അറിയാം. RBI നോട്ടീസ് സംബന്ധിച്ച് ഒരു ദിവസം വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്ക് 4 RBI ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. 4 ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അതുപോലെയാ എന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷം ഇങ്ങനെ ഉത്തരവുകൾ ഇങ്ങനെ വരിക. ഇന്ന് അത് കൊടുക്കുക, സ്പ്രെഡ്ഷീറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വരിക. അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറി എന്ത് ചെയ്യുന്ന അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്റ്റാഫിനോട് കൊടുക്കുക. അവർ പിന്നെ വൈകി എല്ലാം ജോലി ചെയ്ത് തീർത്ത് ഓരോ ദിവസവും ഇങ്ങനെ കൈമാറി വലിയ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു മേഖലയാണ് നമ്മളെ പിന്നെ LSTD ഓഫീസ് എന്ന് പറയുന്നത്. അതിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. തീർച്ചയായും ഏറ്റവും അഭിമാനപരമായ നിമിഷത്തിലൂടെ കടന്നുപോയ നമ്മുടെ ഭരണസമിതിയിലെ ഓരോ ജീവനക്കാരെയും ഹൃദയത്തോട് ചേർത്ത് നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട സെക്രട്ടറി, എനിക്ക് 1 മാസമാണ് എനിക്ക് സെക്രട്ടറിയോടൊത്ത് ചെയർമാനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ 1 മാസത്തെ എൻ്റെ അനുഭവം, ഒരായുസ് മുഴുവൻ ഉള്ള കാര്യങ്ങൾ എനിക്കൊരു മാസം കൊണ്ട് സെക്രട്ടറിയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നും ഈ ഓഫീസിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഞാൻ സെക്രട്ടറിയുടെ റോളിലായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ പഠിക്കുക. സെക്രട്ടറിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ LSTD ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അഷ്റഫ്കയും KTയുമായിട്ടും ഓഫീസിൽ വരുന്ന സമയത്ത് ഞാൻ ആക്ട് നോക്കുക. എൻ്റെ വേറൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സെക്രട്ടറിയോട് വാങ്ങി ആക്ട് റോളിന്റെ ബുക്ക് വാങ്ങി ആക്ട് നോക്കിയ സമയത്ത് എന്നോട് വിനോദം ചോദിച്ചിട്ടുണ്ട്, ഇനി എന്ത് പഠിക്കാനാണ്? കാരണം എന്നാൽ നമ്മുടെ ഭരണസമിതി അവസാനിക്കുകയല്ല. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആക്ടിംഗ് റൂളിന്റെ 2 വോള്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠനം അവിടെയല്ല. പഠനം ഒരു കാലത്തും അവസാനിക്കുന്നില്ല. പ്രത്യേകിച്ച് ആക്ടിംഗ് റൂൾ നമ്മൾ നോക്കുന്നത് നമുക്ക് ആവശ്യം വരുന്ന സമയത്താണ് നമ്മൾ നോക്കുക. ആ രീതിയിൽ ഒരു ആക്ടിംഗ് റൂളുമായി നമ്മളോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ് എൻ്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി. കാരണം സെക്രട്ടറി ഒരുവിധം കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആ അനുഭവങ്ങൾ, ഒഫീഷ്യൽ അനുഭവങ്ങൾ എന്തുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന് വലിയ ഒരു മുന്നോട്ട് പോക്കിനുള്ളൊരു ആർത്തം കൂട്ടിയിട്ടുണ്ട്. അത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇഷ്ടത്തോടെ കൊടുക്കുന്ന സമ്മാനങ്ങൾ അത് ഓർമ്മിച്ച് നിൽക്കണം തന്നെയായിരിക്കും. ഇത് ഈ കൗൺസിലിനും നമ്മുടെ എല്ലാ സഹപ്രവർത്തകർക്കും ഇത് എപ്പോഴും മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഈ 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്ന എല്ലാ കൗൺസിലർമാരും ഇനി ഉയർന്ന അധികാര പദവികളിൽ എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ സെക്രട്ടറി ആയാലും മുൻ സെക്രട്ടറി ആയാലും എല്ലാവരും നമ്മളെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ 5 വർഷം നല്ല രീതിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതിന് നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. ആ വാക്ക് നമ്മൾ പാലിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെയും എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാർക്കും തോന്നുന്നത്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം എൻ്റെ എഞ്ചിനീയർ സെക്ഷനിലുള്ള എല്ലാ സഹപ്രവർത്തകർക്കും, മുൻ AEക്കും, പിന്നെ ഓവർസിയറായിട്ടുള്ള വൈശാഖ്, ശ്രീജേച്ചി, ഇവരെയും കൂടി പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നു.
അതിനെ എല്ലാവരെയും ഒന്നും പരിചയപ്പെടാൻ പറ്റിയില്ല, എല്ലാവരെയും പേരൊന്നും എനിക്ക് കൃത്യം അറിയില്ല. എന്നാലും എനിക്കറിയാം എല്ലാവരും നല്ല രീതിയിലാണ് എല്ലാവരോടും ഉദ്യോഗസ്ഥന്മാരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു മൃദു സമീപനമാണ് ജനപ്രതിനിധികളിൽ നിന്ന് നമുക്ക് കണ്ടുവരുന്നത്. ചെയർമാനായാലും വൈസ് ചെയർമാനായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും കൗൺസിലറും എല്ലാവരും ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. പിന്നെ ഇതുപോലെയല്ല മറ്റുള്ള നഗരസഭകളിലൊക്കെ ഇങ്ങനെയല്ല കണ്ടുവരുന്നത്. ഇപ്പോൾ വടകരയായാലും കൊയിലാണ്ടിയിലായാലും ഏത് നിമിഷമാണ് നമ്മുടെ അടുത്ത് ചീത്ത പറയാന്നുള്ളത് അറിയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. അതെനിക്ക് തോന്നുന്നത് സെക്രട്ടറിയും ഭരണസമിതിയും തമ്മിൽ നല്ലൊരു സൗഹാർദ്ദപരമായ ഒരു സമീപനം ഉള്ളതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ജനപ്രതിനിധികൾക്കോ എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ അവർ സെക്രട്ടറി റൂമിൽ വന്ന് അത് പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളൊന്നും വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊറോണ കാലത്ത് നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി വലിയ രീതിയിലുള്ളൊരു സഹായം എനിക്ക് ലഭിച്ചത് അന്ന് ഇവിടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി VT ഉഷയും അതേപോലെ നമ്മുടെ പ്രിജേഷ് സാറുമായിരുന്നു. ഒരുപാട് പേര് കൊറോണയുടെ പിടിയിലാകപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അന്താടിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ വിളിക്കൽ പ്രിജേഷ് സാറിനെ ആയിരിക്കും. അതിന് സമയവും കാലവും ഒന്നും നോക്കിയില്ല. അവർ പറയുന്ന ഏത് ആവശ്യമാണ് ശരി, മരുന്നാണെങ്കിൽ മരുന്ന്, വാഹനമാണെങ്കിൽ വാഹനം, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, ആ വിളി ഒരുന്ന് സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് സമയക്രമൊന്നുമില്ല, ഏത് സമയത്ത് ഞങ്ങൾ വിളിക്കും. അപ്പനോട് പറയാ ഗോവട്ടം നിങ്ങൾ ഏർപ്പാടാക്കി തന്ന ആ കരുത്ത്, ആ സ്നേഹം, അതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ വലിയൊരു ഘടകമായിട്ടുണ്ട്. എനിക്ക് ഇനി എൻ്റെ നാട്ടുകാർ എന്നെ ഏൽപ്പിച്ച ആ വിശ്വാസം ഒരു പരിധി വരെ എനിക്ക് അത് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ കൂടിയിരിക്കുന്ന 36 കൗൺസിലർമാരും ആരോടും തന്നെ ഒരു രീതിയിലുള്ള ഒരു മുഖം നിറപ്പിച്ച് എനിക്ക് ഇതുവരെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ചന്തുമാസ്റ്റർ, അദ്ദേഹം ഞാൻ ആദ്യമായി കൗൺസിലറായിട്ട് ഈ വേദിയിലേക്ക് അന്ന് മുനിസിപ്പാലിറ്റിയിൽ കടന്നു വരാൻ എൻ്റെ സുഹൃത്തുക്കൾ പറയുമായിരുന്നു, മോനെ ചന്തുമാഷുണ്ടേ ഒന്ന് ശ്രദ്ധിക്കണേന്ന്. പക്ഷെ ഞാനിവിടെ എത്തിയപ്പോൾ വളരെ അത് ഇത്ര ഹൃദയമായിട്ടുള്ള, അതായത് എന്തിനും വളരെ നല്ല സൗമ്യ സ്വഭാവത്തോടി സംസാരിക്കുന്ന മാഷാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ചന്തുമാഷ് ഞാൻ മത്സരിക്കുന്ന സമയത്ത് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ വന്ന് ഒരു ഗംഭീര പ്രസംഗം നടത്തുകയുണ്ടായി. അതൊക്കെ ഞാൻ കേട്ട് ഭഗവാനെ ഞാനും കാരണം ജയിക്കില്ലോ എന്നുള്ളതല്ല, എന്നാലും സാറ് വളരെ രീതിയിലുള്ള നല്ല പ്രസംഗമൊക്കെ നടത്തി പോകുമ്പോൾ അപ്പൊ എന്നോട് അവിടുത്തെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു ഉൾഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്തിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ചന്തുമാഷ് വളരെ നല്ലൊരു മനുഷ്യൻ കൂടിയാണ്. അതേപോലെ ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സൂപ്രണ്ട്, അതുപോലെ നമ്മുടെ സയ്യിദ് സാർ, അതുപോലെ ഒരു പ്രത്യേകത എന്താണ്, ഞാൻ ഒരു സ്റ്റാഫിന്റെ അടുത്തും തെറ്റായ രീതിയിൽ ഒരു കാര്യം ചെയ്തു തരണം, നമ്മൾ എന്ത് ചോദിച്ചാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഉത്തരം നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ട്. അത് വലിയൊരു ഗുണം. ഞാൻ പല പ്രശ്നങ്ങൾക്കും അദ്ദേഹം സമീപിക്കാറുണ്ട്. അപ്പോൾ അവരുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കൈവരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നീട്ടുന്ന എല്ലാ സമയം ഒരുപാടായി കഴിഞ്ഞു അതോടൊപ്പം ഇങ്ങനെ ഒരു പരിപാടി ഈ സ്നേഹാദരവ് സംഘടിപ്പിച്ച മുഴുവൻ ഈ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നല്ല സപ്പോർട്ടാണ് തന്നത്. അപ്പോ ഇനിയും നിങ്ങൾ കൗൺസിലർമാരായി വന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ സപ്പോർട്ട് എന്നുണ്ടാവണം. പിന്നെ എല്ലാവർക്കും ആശംസ നേരുന്നു. സെക്രട്ടറി ആമുഖമായി സൂചിപ്പിച്ചിട്ടുള്ളത് നീണ്ട പ്രശ്നം ആരും നടത്തുന്നത് പ്രതിപക്ഷ കൗൺസിൽ ഹാളിൽ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ചിലപ്പോ ഉദ്ദേശിച്ചത് എന്നെ പറ്റിയായിരുന്നു എന്ന് ഞാൻ ധരിക്കും. പിന്നെ വിനോദന്റെ കൂടാൻ കഴിഞ്ഞു. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, എല്ലാവരും ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, അൺഡ്യൂ റെസ്പെക്ട്. അൺഡ്യൂ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അമിതമായ ബഹുമാനം സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെയുള്ള ജീവനക്കാര്, കൗൺസിലർമാരായ മുൻ ചെയർമാനും ഇപ്പോഴത്തെ ചെയർമാനും എനിക്ക് തരികയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ഇതിന് അർഹനാണോ? ഇവിടെ ഞാൻ നേരത്തെ 2001 മുതൽ 2005 വരെ ഞാൻ എൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന അവസരത്തിൽ
പയ്യോളി പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു 5 വർഷക്കാലം. അപ്പോഴീ യാത്രയപ്പ് കിട്ടിയിരുന്നു. ആ യാത്രയപ്പിനൊക്കെ വളരെ വ്യത്യസ്തമാണ്. എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ യാത്രയപ്പുകൾ കിട്ടാൻ അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. നീണ്ട കാലത്തെ കോളേജ് വിദ്യാഭ്യാസ പഠനം, അതിൻ്റെ അവസാന ഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള യാത്രയപ്പ് മറക്കാൻ കഴിയാത്ത, മനസ്സിന്റെ അഗാധതയിൽ, ഹൃദയത്തിന്റെ അഗാധതയിൽ ഓളം തട്ടി നിൽക്കുന്ന, ഇപ്പോഴുമുള്ള ഓർമ്മകൾ നിലനിൽക്കുന്ന യാത്രയപ്പ്. അധ്യാപക പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയ്ക്ക് നീണ്ടകാലം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള യാത്രയപ്പ്. സഹകരണ രംഗത്ത് കോഴിക്കോട് ജില്ലയും വയനാട് ജില്ലയും ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ടുള്ള കേരള ബാങ്കിന്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് പിരിയുമ്പോൾ കിട്ടിയിട്ടുള്ള റെസ്പെക്ട്, ഇതൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ പഞ്ചായത്ത് ഉണ്ടായിരുന്ന അവസരത്തിൽ അന്ന് പ്രസിഡന്റായിരുന്ന ഇന്ത്യൻ യൂണിവേഴ്സിറ്റിന്റെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ശ്രീ മടത്തിൽ അബ്ദുറഹ്മാനായാലും കോൺഗ്രസിന്റെ നേതാവായ മണിയായാലും ഒക്കെ ഒരു ഘട്ടത്തിൽ പോലും ഒരു വാക്കൗട്ടോ ഒരു മോശമായ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നും അവരൊക്കെ ഞങ്ങളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് നിൽക്കുകയാണ്. ശ്രീ വി കെ ഇവിടെ ഉണ്ട്. ഞാൻ പഴയൊരു അനുഭവം വെച്ചാ പറയുന്നത്. വി കെ നേരത്തെ ഞാൻ അങ്ങനെ സൂചിപ്പിക്കുന്നില്ല, ചിലപ്പോൾ ഇപ്പം അടുത്ത സുഹൃത്തായിരുന്നു മൂപ്പൻ അവക്കർ. അപ്പൊ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണ നിശ്ചയം ഉണ്ടായിരുന്നു 3 ദിവസം. ഇത് എന്നെ വിളിച്ചു, ആര് വന്നില്ലെങ്കിലും നിങ്ങൾ വരണം, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഞങ്ങളൊക്കെ അന്ന് പുറത്തിണക്കുന്ന ഒരു ഗ്രൂപ്പ് ബന്ധം പഞ്ചായത്തിൽ അന്നുമുണ്ട് ഇന്നുമുണ്ട്. ആ നിലയിൽ 2025 വരെ, 20 മുതൽ 25 വരെ 5 വർഷക്കാലം നീണ്ട നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഇത് പുതിയ കൗൺസിലർ വരുമ്പോൾ പുതിയ ഫ്രണ്ട്സ് ഓഫ് കൗൺസിലേഴ്സ് വരും. ഈ ഗ്രൂപ്പും ഈ ജീവനക്കാരും നിലനിൽക്കുന്ന നല്ലതാണ് എന്നുള്ളതാണ്. അന്നത്തെ സെക്രട്ടറിയായ സുകുമാരൻ, അദ്ദേഹം ഉന്നതമായ പോസ്റ്റാണ്. അടുത്ത ദിവസം ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ അദ്ദേഹത്തെ കാണാനിടയായി. ആ നിലയിൽ ഒരു വല്ലാത്ത ബന്ധം, എന്തു തന്നെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും, പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി വ്യക്തികൾ. അതിൽ സൂചിപ്പിക്കാനുള്ളത് വടക്കൽ ഷഫീഖിന്റെ, ഞാൻ എപ്പോഴും പറയും, പുഞ്ചിരിച്ച ആളുകളെ കീഴ്പ്പെടുത്തുക. വി കെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആള് നിഷ്കളങ്കനായ ചെയർമാനാണ്. മറ്റേ നിഷ്കളങ്കനല്ല. ഞങ്ങളുടെ സർക്കിളില് പാർട്ടികളൊക്കെ ഞാനും മനോജെന്ന് പറയും നിഷ്കളങ്കനാണ്. പക്ഷെ സംസാരിക്കുമ്പോൾ ചിലതൊക്കെ അങ്ങ് പാടിപ്പോകും. പക്ഷെ മുൻ ചെയർമാൻ വളരെ വിദഗ്ധനാണ്, ചിരിച്ചങ്ങ് സോപ്പിട്ട്. അതുപോലെ ഹരിദാസ് എപ്പോഴും ഏറ്റുമുട്ടുന്ന നമ്മുടെ എൻ്റെ സുഹൃത്ത് ഷാനാസ്, എൻ്റെ ഭാര്യയുടെ സ്റ്റുഡൻ്റാണ്. ഇവിടെ ഞാൻ ചോദിക്കും, നിങ്ങളൊക്കെ ഇങ്ങനെ എന്തിനാ അഭിനയിച്ച് ഇങ്ങനെ മുട്ടുന്നത് ഒക്കെ ചോദിക്കും. ഷഫീഖ് നിങ്ങളിങ്ങനെ ഇടക്കിടയ്ക്ക് വിളിക്കുന്ന ആളല്ലോ. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഇവിടെ വേദിയിൽ വെച്ച് പകല് ഏറ്റുമുട്ടെങ്കിലും ഞങ്ങൾ വൈകുന്നേരം ഒന്നിച്ച് പോകും. സെക്രട്ടറി കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ സെക്രട്ടറി പോകുമ്പോയിരിക്കും, ഷഹനാസ് നീ അങ്ങോട്ടാണോ? ചിലപ്പോൾ കാറുണ്ടാകില്ല, ഷഹനാസ് പറയും അങ്ങോട്ടാണ്, അല്ലെങ്കിൽ പറയും ഷഫീഖ് പറയും ഞാൻ അങ്ങോട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പറയും ഞാൻ അങ്ങോട്ടേക്കാണ്. നല്ല ചോർന്നൊലിക്കുന്ന കുത്തി ഒഴുകുന്ന വെള്ളമുള്ള സമയത്തും നമ്മുടെ ബഹുമാനപ്പെട്ട എൻ്റെ വീട്ടിൽ എത്തിച്ച കാര്യങ്ങളാണ്. ആ നിലയിൽ എല്ലാ ആളുകളുമായി, ഇതിൽ പല ആളുകളുമായി എനിക്ക്, ഞാൻ ഹെഡ്മാസ്റ്ററായിരുന്നപ്പോൾ അവിടുത്തെ സ്റ്റുഡൻ്റാണ് ഇവിടെയുള്ള ഷോളി, അവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ മകളുടെ ക്ലാസ്മേറ്റാണ് ഈ ഇരിക്കുന്ന നിഷ. പല ദിവസങ്ങളിലും നിഷ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പൊതുജീവിതം, പൊതുപ്രവർത്തനം, നിങ്ങൾ വന്നാലും ശരി ഇല്ലെങ്കിലും, ഞാൻ വരും നിങ്ങൾ വരണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വന്നാലും ശരി ഇല്ലെങ്കിലും ജീവനക്കാരായാലും ആരായാലും ശരി ഈ സമൂഹത്തോട് ബന്ധപ്പെടുകയും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള നമ്മുടെ കടമ നിർവഹിക്കണം എന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. സമ്മർദ്ദം കുറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ജോലി ചെയ്യാൻ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി വരുന്ന കൗൺസിൽ അംഗങ്ങളും അതുപോലെ ആവണമെന്ന് ഒരു പ്രാർത്ഥനയുണ്ട്. ഫാത്തിമ ചെക്ക് ഉൾപ്പെടുന്ന എല്ലാ കൗൺസിൽ അംഗങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സംഘടിപ്പിച്ച ജീവനക്കാർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. ഞാൻ 2010, 15, 20 എന്നീ കാലയളവിൽ ഭരണസമിതിയിൽ ഇരിക്കുന്ന ഒരാളാണ്. അതിന്
2012 മുതൽക്ക് ഇവിടുത്തെ ജീവനക്കാരായിരുന്ന നമ്മുടെ പ്രജീഷ് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ പൊതുസമൂഹത്തിൽ തന്നെ പ്രജീഷിനെ പറ്റി നല്ല ഒരു അഭിപ്രായമാണ്. കാരണം ഏത് സമയത്തും എന്തിനും ഈ പറഞ്ഞ നേരത്തെ ഇവിടെ പറഞ്ഞത് നമ്മൾ കൊറോണ സമയത്ത് പോലും 12 മണി വരെ ഇവിടെ വർക്ക് ചെയ്ത ഒരാളാണ് പ്രജീഷ്. ഇപ്പോഴും പ്രജീഷിനെ പറ്റി പറയുകയാണെങ്കിൽ സമൂഹത്തിൽ വലിയ ഒരു വില തന്നെയാണുള്ളത്. അതേപോലെ തന്നെ എനിക്ക് ഈ കഴിഞ്ഞ സെക്രട്ടറി നമുക്ക് ഒരു ദ്വന്ദ്വാനുഭവം എനിക്കുണ്ടായത്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ബിൽഡിങ്ങിന്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഒരാൾ എൻ്റെ അടുത്ത് ആ പെർമിറ്റ് ചെറിയെന്തോ വിഷയമുണ്ട്. അപ്പോൾ സെക്രട്ടറിയായിട്ട് ഞാൻ പറഞ്ഞ സമയത്ത് സെക്രട്ടറി എന്നോട് പറഞ്ഞ് കക്ഷിയോട് വരാൻ പറയാമെന്ന്. അപ്പം ഞാൻ കക്ഷീൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് സെക്രട്ടറി ആയിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സെക്രട്ടറി ആള് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ സെക്രട്ടറി ആദ്യമായിട്ട് തന്നെ അയാളോട് ചോദിച്ചു പോലും എത്ര കൊടുത്തെന്ന് ചോദിച്ചു പോലും. അപ്പൊ തന്നെ അയാൾ പറഞ്ഞ പോലെ നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല കൗൺസിലർക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. അയാൾ വന്നിട്ട് നിങ്ങൾ എന്തിനാ എന്നെ പറഞ്ഞേച്ചാൽ ഇങ്ങനത്തെ സെക്രട്ടറിന്റെ അടുത്താണോ പറഞ്ഞേച്ചാൽ, മാത്രമല്ല എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഗെറ്റ് ഔട്ട് പറയുന്ന ഒരാളാണ് സെക്രട്ടറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സെക്രട്ടറി അങ്ങനത്തെ ഒരാളൊന്നും അല്ല, പക്ഷെ എന്തോ മനപ്രയാസം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം നീ ആ സമയത്ത് പോയത് കൊണ്ട് അങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ സെക്രട്ടറിന്റെ അടുത്ത് പിറ്റേന്ന് രാവിലെ ഞാൻ സെക്രട്ടറിന്റെ കേബിനിൽ പോയി ഞാൻ ചോദിച്ചു സെക്രട്ടറിനോട് നിങ്ങളോട് ആരാണ് ഞാൻ അങ്ങനത്തെ ഒരു എത്ര തന്നെന്ന് ചോദിക്കാനുള്ള ഒരു അധികാരം നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ സെക്രട്ടറി എന്നോടൊന്നും പറഞ്ഞില്ല. കുറേ സമയം മുഖവും താത്തി ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ നെറ്റിക്ക് കൈയും കൊടുത്ത് കുറേ നേരം ഇരുന്നു. അപ്പം ഞാൻ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി വന്ന് പിന്നെ 2-3 ആഴ്ചക്ക് ഞാൻ ആ കേബിനിൽ കയറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം സെക്രട്ടറി നല്ലൊരു സാരിയെല്ലായിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചു. ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കേബിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഒരു സ്റ്റാഫിനെ വിട്ടിട്ട് എന്നോട് അങ്ങോട്ടേക്ക് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തൊരു കവർ എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതെൻ്റെ ഒരു എന്താ പറയാ ഒരു സമ്മാനമായിട്ട് സ്വീകരിക്കണം, ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഞാൻ ഹരിദാസേട്ടനോടാന്ന് തോന്നുന്നുണ്ട് ഇത് ഞാൻ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞ് 2-3 ആഴ്ച നിങ്ങളോട് മിണ്ടാതിരുന്നതിന്റെ സങ്കടം തീർത്താന്ന് പറഞ്ഞ് നല്ലൊരു സാരിയാണ്. അതിപ്പോഴും ഞാൻ നല്ലപോലെ അലമാരിയിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സെക്രട്ടറിയോട് പലപ്പോഴും പറയും, എന്നോട് ആൾക്കാരൊക്കെ പുറത്തുനിന്ന് പറയാറുണ്ട് ഞാൻ ഇപ്പോഴുള്ള നല്ല സെക്രട്ടറിയാ, ചിരിക്കുന്ന സെക്രട്ടറിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ സെക്രട്ടറിയെ പറ്റി ഒരു ചിരി സെക്രട്ടറിയായി മാറിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ്. കാരണം എല്ലാവരുമായിട്ട് എന്ത് കാര്യം പറഞ്ഞാലും സഹകരിച്ച് നമ്മളോട് മുന്നോട്ട് പോകുന്ന ഒരു ജീവനക്കാരാണ് നമ്മൾക്ക് കിട്ടിയത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷം. എല്ലാ കൗൺസിലർമാർക്കും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ആവുന്നത്. അതും 21-ാം വയസ്സിലാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. എന്താണോ എങ്ങനെയാണോ ഒന്നും അറിയാതെയാണ് വന്നത്. പക്ഷെ എല്ലാ ആൾക്കാരും ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നും ഇല്ലാണ്ട് എല്ലാവരും ഒരു അനിയത്തിയെ പോലെ കണ്ടുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 3 ആങ്ങളമാരാണ് സ്വന്തമായിട്ട്. അപ്പൊ ഇവിടെ എത്തിയൊരു കുറെ ആങ്ങളമാരെ കിട്ടി. പിന്നെ സ്വന്തം എന്ന് പറയാം, എല്ലാവരും സ്വന്തം തന്നെയാണ്. എന്നാലും കുറച്ചും കൂടി എനിക്ക് കെയറും എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകാനായിക്കോട്ടെ അല്ലെങ്കിൽ എന്റെ നീ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പ്രത്യേകമായിട്ട് വിരലെണ്ണാന്ന് കുറച്ച് ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നാലും ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 5 വർഷം എങ്ങനെ കഴിഞ്ഞു പോകും, ഒരു വാരം കഴിഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷം എങ്ങനെയോ പെട്ടെന്ന് വർഷങ്ങൾ പോയാലോ തോന്നി. എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞു. സ്റ്റാഫുകളായിക്കോട്ടെ കൗൺസിലേഴ്സ് ആയിക്കോട്ടെ എല്ലാ സ്റ്റാഫുകളുടെ അടുത്ത് പോയാലും അല്ല ഞാൻ ഏച്ചിന്നോ അല്ലെങ്കിൽ ഏട്ടാന്നോ സാറേന്നും ഞാൻ വിളിക്കലില്ല, ഏട്ടാന്ന് ഏച്ചിന്നോ ഞാൻ വിളിക്കല്. എല്ലാവരും ഇങ്ങോട്ടേക്കും തിരിച്ച് നല്ല രീതിയിൽ തന്നെയാണ്. ഇതുവരെ ആരും മുഖം കറുപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഒരു വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ തന്നൊരു ആദരവിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ പോലെ തന്നെ സുന്ദരികളും സുന്ദരമായ കൗൺസിലർമാരെ, അതുപോലെ തന്നെ സ്റ്റാഫ് എന്റെ കൂട്ടുകാരെ സ്റ്റാഫ് അംഗങ്ങളെ, ഇനി അടുത്ത ഭരണസമിതിയും നല്ല സുന്ദരികളും സുന്ദരന്മാരായ കൗൺസിലർമാർ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഒരു ചെറിയൊരു പാട്ട്. സ്വർണ്ണ സിന്ദൂര ശ്രീതിലകം തൊട്ട സന്ധ്യേ സുവർണ സന്ധ്യേ നിന്റെ താമര ചുണ്ടിൽ ഞാനൊരു ചന്ദന മലരായി അലിഞ്ഞോട്ടെ നിന്റെ തന്ത്രിലീനമായി നിറഞ്ഞോട്ടെ സ്വർണ്ണ സിന്ദൂര ശ്രീതിലകം തൊട്ട സന്ധ്യേ സുവർണ സന്ധ്യേ ഭൂമിയും മാനവും കൈകോർത്തു നിന്നു
മാനവും കൈകോർത്തു നിന്നും ഭൂചക്രവാളം ചുവന്നു. ഭൂതദാത്രിതൻ കണ്ണീർ മുത്തിലും ഭൂപാളരാഗം വിടർന്നു. ഭൂതദാത്രിതൻ കണ്ണീർ മുത്തിലും ഭൂപാളരാഗം വിടർന്നു. സ്വർണ്ണ സിന്ദൂര ശ്രീതിലകം തൊട്ട സന്ധ്യേ സുവർണ സന്ധ്യേ. ഒരുമിച്ച് നിന്നുകൊണ്ട് പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന് നേതൃത്വം കൊടുത്തവരാണ് നമ്മളൊക്കെ. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ 5 വർഷവും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിൽക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. 2.5 വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും ചെയർമാനുമായി VK ഷെഫീഖിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് ഞങ്ങളൊക്കെ പുതിയ കൗൺസിലർമാരായിരുന്നു. പ്രവർത്തന പരിചയങ്ങൾ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. പൊതുപ്രവർത്തന മേഖലയിൽ ഞങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നവർ. 95-ൽ ഞാൻ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ജനപ്രതിനിധിയാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടെ ആ മോഹം നിർത്തി ആ മേഖലയിലേക്ക് വരണ്ട എന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ 2000-ൽ വീണ്ടും അപ്രതീക്ഷിതമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിച്ചു. പക്ഷെ 5 വർഷവും നല്ല രീതിയിൽ, ചിലപ്പോൾ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റിയിൽ വന്ന ഒരാളെന്ന നിലയിൽ ഞാനായിരിക്കും. 5 വർഷവും 2 ചെയർമാൻമാരുടെ കൂടെയും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നുകൊണ്ട് കൂട്ടമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന 2.5 കൊല്ലം ഷെഫീഖും ഞാനും അതേപോലെ അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരൊക്കെ ഒരു തുടക്കം എന്ന നിലയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിന്റെ കൂടെ നിൽക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. പിന്നീട് വരുന്ന 2.5 വർഷം ഞാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്. വളരെയേറെ സന്തോഷത്തോടെ ഞാൻ അതിൽ വരാൻ പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പ്രജീഷ് ആ മേഖലയിൽ ഉണ്ടല്ലോ. അതായത് ഞാൻ ജോലി കിട്ടുന്നതിന്റെ ഏറ്റവും മുമ്പിട്ട് തന്നെ വളരെ വ്യക്തമായി പരിചയമുള്ള, അല്ലെങ്കിൽ ആ ഫാമിലിയായിട്ടും ആ പ്രദേശത്തുള്ള അവരുടെ ബന്ധുക്കളായിട്ടെല്ലാം അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആ ആരോഗ്യ മേഖലയിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വകുപ്പായിരുന്നു ആരോഗ്യ മേഖല. ആ മേഖലയിൽ 2.5 വർഷം എനിക്ക് നല്ല രീതിയിൽ കൂട്ടമായി ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. പോകുമ്പോൾ അതായത് എന്തായിരുന്നു മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനവുമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടങ്ങളിലേക്കാണ് ഞാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ പ്രജീഷുമായി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പ്രജീഷും, അതായത് ഞാൻ എന്ത് തീരുമാനമെടുക്കുമ്പോഴും ആദ്യം വിളിച്ചു ചോദിക്കുക പ്രജീഷായിട്ടാണ്. അപ്പോൾ ആ പ്രജീഷുമായിട്ട് അഭിപ്രായം വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ ശരിയാ നമുക്ക് നടത്താമെന്ന് പറഞ്ഞാൽ 100% എനിക്കറിയാം അത് നടക്കുന്നു. അതായിരുന്നു അവസാനമായി നമ്മൾ നടത്തിയ ഓർമ്മത്തുരുത്ത്. കേരളത്തിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ നടത്തിയ ഓർമ്മത്തുരുത്ത് നമ്മളാണ്. അതായത് ശ്രദ്ധിക്കപ്പെടുന്ന അത്രയും നല്ല രീതിയിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം ബാലുശ്ശേരി ഞാൻ ഉദ്ഘാടനം ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു കുഴികുഴിക്കുക വൃക്ഷത്തൈ നടുക എന്നായിരുന്നു ആ മേഖലയിൽ പലപ്പോഴും കണ്ടത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇന്നും അത് ചെന്ന് നോക്കിയാൽ അറിയാം, അതൊരു ഓർമ്മത്തുരുത്ത് തന്നെയാണ്. ശ്രദ്ധിക്കപ്പെടുന്ന എക്കാലഘട്ടങ്ങളിലും നമ്മളുടെ ഓർമ്മ അവിടെ വെക്കും. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഓർക്കാൻ ഇതൊക്കെ. അതേപോലെ തന്നെ അതിന്റെ അവസാനമായി നമ്മൾ ചെയ്യുന്ന പച്ചത്തുരുത്ത്, അതും നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ്. അതും കൂടി നട്ട് ചെയ്തു പോയാൽ മാലിന്യത്തിന്റെ കാര്യങ്ങളിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 100% ചെയ്യാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടെ പോകുന്നു. ഒരു കാലഘട്ടത്തിൽ അടുത്ത് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സൂചിപ്പിക്കുന്നു, വന്ന കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന 5 കൊല്ലവും നല്ല രീതിയിൽ 2 ചെയർമാൻമാരുടെ കൂടെയും ഒരുമിച്ച് നിന്നുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭരണത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വികസന കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ കൂടെ കട്ടക്ക് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു പ്രവർത്തനമാണ്. പലരും എന്നുമായിട്ട് അഭിപ്രായ വ്യത്യാസം എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതായത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ചെയർമാൻമാരുടെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും അഭിപ്രായ വ്യത്യാസം വന്നിട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നിന്നതെന്ന് പറഞ്ഞാൽ ഭരണം കൊണ്ടുപോകുക എന്ന് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതിലെവിടെയെങ്കിലും ഒരു പോർട്ട് വന്നാൽ അത് ചെയർമാൻ മാത്രമല്ല, ഈ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭരണപക്ഷത്തുള്ള എല്ലാ കൗൺസിലർമാർക്കും ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു പോറലുമില്ലാത്ത എല്ലാ വിധത്തിലും ഉണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ വികസനം നടത്താൻ സാധിച്ച ഒരു മുനിസിപ്പാലിറ്റിയായിട്ട് മാറ്റാൻ 36 കൗൺസിലർമാരുടെയും സഹായം ഉണ്ടായിരുന്നു. എന്തു തന്നെ പുറത്തു പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ പറയാം, ഈ 36 കൗൺസിലർമാരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള വികസനമാണ് പയ്യോളി നടത്തിയിട്ടുള്ളത്. അതിലൊരു അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കില്ല. ആ മേഖലയിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ നല്ല രീതിയിൽ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ 5 വർഷവും പൂർണ്ണമായിട്ട് പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് വികസന കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സെക്രട്ടറിയാണ്. അതായത് ഞാൻ പലപ്പോഴും കരുത്തയായ, ഞാൻ അടിയുറച്ച തീരുമാനമെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന, അതാണ് ഒരു ഉദ്യോഗസ്ഥയെ ഞാൻ അംഗീകരിക്കുന്നത്. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണെങ്കിൽ ഏത് ഉദ്യോഗസ്ഥന്മാർക്കും അവരെ പിന്നിൽ നിൽക്കാം.
അത് പലപ്പോഴും എനിക്കറിയാം, പല ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ഞാനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അതിന്റെ കൂടെ ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നുമ്പോൾ അവിടെ കൂടെ നിൽക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അതേപോലെ ഒട്ടേറെ ഉദ്യോഗസ്ഥന്മാർക്ക് പുറമേ നിന്ന് അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. അവരൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടുപോകാൻ സാധിച്ച ശക്തിയായ ഒരു സെക്രട്ടറിയാണ്. ഇതുപോലെയുള്ള സെക്രട്ടറി ഉണ്ടെങ്കിൽ ഭരണത്തിന്റെ കൊണ്ടുപോകാൻ എത്ര കഴിവില്ലാത്ത ഭരണകർത്താക്കളായാലും ഒരു പ്രയാസം ഉണ്ടാവില്ല. അതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളെ പയ്യോളി മുനിസിപ്പാലിറ്റിന്റെ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത്. പല മുനിസിപ്പാലിറ്റിയിലും സെക്രട്ടറിമാരും ചെയർമാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമായിരിക്കും. സ്വാഭാവികമായിട്ടും ഭരണം നടക്കേണ്ടെന്ന് സെക്രട്ടറി വിചാരിച്ചാൽ ഒരു ഭരണവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഭരണത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും കൊണ്ടുപോകാത്ത തന്റെ നിലപാടിൽ അല്ലെങ്കിൽ തന്റെ വികസന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിച്ച സെക്രട്ടറിയാണ്. അവിടെ വളരെയേറെ സന്തോഷമുണ്ട്. എന്തു തന്നെയായാലും ഈ കാലാവധി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ വരേണ്ട ആവശ്യം വരില്ല, വിരാതിരിക്കണം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. എന്നാൽ ഒരു ഉദ്യോഗസ്ഥന് മുമ്പ് പോയിട്ട് ഒരു സാധാരണക്കാരനായിട്ട് അത് ചെയ്യണമെന്ന് പറയേണ്ട അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നല്ല രീതിയിൽ 5 കൊല്ലം ഇവിടെ വന്ന അതൊരു ഭാഗ്യമാണ്. പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ 5 കൊല്ലം വന്ന ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. ഞങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരെ വ്യക്തിപരമായി ഞാൻ പറയില്ല, പയ്യോളി ടൗണിലായാലും പയ്യോളി മേഖലയിലായാലും അഭിപ്രായ വ്യത്യാസമുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു. പല മേഖലയിലും, ഹെൽത്തിലായാലും എല്ലാ മേഖലയിലും. പക്ഷേ ഹെൽത്തിൽ വന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഓരോ കാലഘട്ടങ്ങളിൽ വരുന്ന ഓരോ ഉദ്യോഗസ്ഥനും കാഴ്ചപ്പാട് കൂടിയോടെ വന്ന് ആ കാഴ്ചപ്പാട് കൂടെ വരുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ജനപ്രതിനിധികൾക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങൾ എന്താണ് ജനങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് അതിന്റെ കൂടത്തിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെ ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ സാധിക്കും. അതായിരുന്നു പയ്യോളിക്ക് നേട്ടം. സെക്രട്ടറിമാരായാലും ഉദ്യോഗസ്ഥന്മാരുടെയും നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല, കാരണം സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങൾ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തിയ നമ്മളെ പ്രിയപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന പയ്യോളിയിലെ രജീഷാണ്. അതായത് നമ്മൾ ആരോഗ്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഏത് വിഷയത്തിലും രജീഷിനെ ഏൽപ്പിക്കുമ്പോൾ അത് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, അത് പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ട് അതിന്റെ സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതൊരു ഉദ്യോഗസ്ഥൻ ഏറ്റെടുക്കാറില്ല സാധാരണ. പയ്യോളി പറയുകയാണെങ്കിൽ പയ്യോളി മുഴുവൻ വാർഡുകളിലെയും കണക്ഷനുള്ള അല്ലെങ്കിൽ വ്യക്തി കൗൺസിലറെക്കാൾ കൂടുതൽ ഇന്ന് വിളിക്കുന്ന ഒരു വ്യക്തി പ്രതീക്ഷയാണ്. നമ്മളിലൊക്കെ വിളിക്കാൻ 2ാം ഘട്ടങ്ങളില്ല. 1ാം ഘട്ടം പ്രതീക്ഷയുമായിട്ട് വിളിച്ച് എന്താണ് സ്ഥിതി, അതങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ 2ാം ഘട്ടമാണ് ഞങ്ങളൊക്കെ വിളിക്കുക. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭാഗ്യം. എന്ത് തന്നെയായാലും എല്ലാ കാലവും ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ വരുന്ന ഏത് ഭരണകൂടത്തിനും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ വളരെയേറെ പ്രയാസത്തിൽ മുന്നോട്ട് കൊണ്ടുവരും എന്ന് മാത്രം സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ അഭിപ്രായങ്ങളും നേരുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ആദ്യമായി ഇതിനു മുമ്പ് ഒരു ഭരണസമിതിക്കും കൊടുക്കാത്ത ഒരു സ്നേഹാദരവ് നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറിക്കും ജീവനക്കാർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഐഡിയ ഇല്ലാതെ ആണ് കടന്നു വന്നത്. ശരിയാ, പക്ഷെ എന്നാലും കുറച്ചൊക്കെ വാർഡുകളിൽ ചെയ്യാൻ സാധിച്ചത് നമ്മുടെ ജീവനക്കാരുടെ നല്ല സഹകരണം. അവര് പഠിപ്പിച്ചു തന്നതാണ്, പഠിപ്പിച്ചെടുക്കായിരുന്നു. കാരണം ഒന്നും അറിയാതെ വന്നല്ലേ, 1ാം ക്ലാസ്സിലെ മക്കൾ വന്നതുപോലെ വന്നതാണ്. അപ്പോൾ ഓരോരോ സെക്ഷനിൽ പോകുമ്പോൾ അവർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പഠിച്ചത്. അങ്ങനെയാണ് വാർഡിലെ കുറച്ചെങ്കിലും ജനങ്ങളെ സഹായിക്കാനും സേവിക്കാനും സാധിച്ചത്. അതിനും ഞാൻ എല്ലാ ജീവനക്കാരെയോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഭരണസമിതിയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. കാരണം അത്രയും നല്ലൊരു അത്രയും നല്ലൊരു ഐക്യത്തോടെയുള്ള ഒരു സഹോദരങ്ങളാണ്. അത് പ്രായഭേദമന്യേ എല്ലാവരും, നമുക്കൊരു വിഷമോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്നതുകൊണ്ടാണ് ഈ 5 വർഷം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതിന് എൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, കാരണം എൻ്റെ അച്ഛൻ്റെ ശിഷ്യനാണ്. അതുകൊണ്ടാണ് മാത്രമല്ല, നേരത്തെ എനിക്ക് ഇവിടെയുള്ള കൗൺസിലേഴ്സിനെ ഇപ്രാവശ്യത്തെ ടീം എന്ന് പറയുന്നത് പകുതിയിലധികം ആളുകളെ എനിക്ക് നേരത്തെ വ്യക്തിബന്ധമുള്ള ആളുകളാണ്, വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഹൃദയബന്ധം മുഴുവൻ ആളുകളായിട്ട് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുണ്ട്, എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ പോകും, അച്ഛൻ്റെ മരുന്നുകളൊക്കെ വാങ്ങിയിട്ട്. ഞാനിപ്പം വളരെ ചെറുപ്പത്തിൽ, അന്ന് ജോലിയൊന്നും ആയിട്ടില്ല, വളരെ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആ സമയത്തുള്ളൊരു ബന്ധമാണ്. മാത്രമല്ല ഇവിടെയുള്ള ആളുകളായിട്ട് അധികവും എൻ്റെ അച്ഛൻ്റെ ശിഷ്യന്മാരൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അത്ര ആളുകളായിട്ട് ആ ഒരു ബന്ധമുണ്ട്. ഇവിടെയുള്ള കുറേ നല്ലൊരു ടീമുണ്ട്. അപ്പോൾ അവരെപ്പോഴും പറയുന്നൊരു വാക്കാണ്, അച്ഛനുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ നിലയിലെത്തിയത്. അല്ലെങ്കിൽ അന്നൊക്കെ സ്കൂളിൽ പോകില്ലല്ലോ, അപ്പോൾ വീട്ടിൽ പോയി പിടിച്ചോണ്ട് വരിക, കടപ്പുറത്തൊക്കെ പോയി കളി ഓടി. എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അച്ഛൻ പോയിട്ട് പിടിച്ചോണ്ട് വരും. അങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു ടീമുണ്ടായിരുന്നു, PNK മാഷ്, അച്ഛൻ, അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇപ്പോൾ മുല്ലക്കാസ് ഡോക്ടറൊക്കെ എന്നോട് കണ്ടാൽ പറയുക, അത് എന്നോട് പറയും, ഇല്ലെങ്കിൽ ഞാൻ ഡോക്ടർ ആവില്ലായിരുന്നു. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണല്ലോ. നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു അതേ സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വലിയൊരു ബന്ധം ഈ നാടുമായിട്ടുണ്ട്, നേരത്തെ ഉണ്ട്.
അതും എൻ്റെ ജോലിയിൽ കുറേയേറെ ഗുണം ചെയ്തിട്ടുണ്ടെന്നും കൂടെ ഈ സമയത്ത് പറയുകയാണ്. ഈ പ്രാവശ്യം ഒരു ടീം നല്ല രീതിയിൽ നമ്മളെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഒരു ടീമാണ്. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചാൽ നേരത്തെ പറഞ്ഞൊരു കാര്യം ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞാണ്. എല്ലാ രീതിയിലും നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 36 പേര് കഴിഞ്ഞ കൗൺസിൽ ഉണ്ടായിരുന്ന 36 പേര്, അതിന് മുമ്പേ പഞ്ചായത്ത് ഉണ്ടായിരുന്ന 23, 95 പേരുമായിട്ടുള്ള വന്നിട്ടുണ്ട്. അതിൽ കുറേ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു ഹൃദയബന്ധം ഇന്നും ആ പഞ്ചായത്തിലുള്ള ആളുകൾ വരെ ഇന്ന് തന്നെ വിളിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അതുമാത്രം എനിക്ക് ഈ ഒരു ഉദ്യോഗം കൊണ്ട് ഉണ്ടായ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. അവർ വിളിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ ഇത് കൂടുതലൊന്നും പറയുന്നില്ല. മാത്രമല്ല എനിക്ക് റസാഖയ്ക്ക് കൊടുക്കാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷിക്കുന്നു. ഇനിയും തിരിച്ചു വരാൻ എല്ലാവർക്കും പറ്റട്ടെ. മാത്രമല്ല നിങ്ങളൊരു എക്സ്പീരിയൻസ് ഇനിയും അടുത്ത ഈ പ്രാദേശിക ഭരണരംഗത്ത് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നാൽ 2020 ഡിസംബർ പയ്യോളി നഗരസഭ വലത്തേക്കാൽ വെച്ച് കയറി 2025 നവംബർ 7 ഇടത്തേക്കാൽ വെച്ച് ഇറങ്ങുകയാണ്. കാരണം 5 കൊല്ലത്തോളമായി ഇവിടെയുള്ള കൗൺസിലർമാരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നല്ല ഒരു പെരുമാറ്റത്തിലായിരുന്നു ഞാൻ. നമുക്കറിയാം, അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത സമയം ബഹുമാനപ്പെട്ട സീനിയർ മോസ്റ്റ് ചന്തു മാഷാണ് നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്തത്. ചന്തു മാഷ് ഞങ്ങളായിട്ട് ഭയങ്കര അടുപ്പത്തിലായിരുന്നു. ഒരു കുടുംബത്തിലെ ഫാമിലി പോലെയാണ് ചന്തു മാഷ്. ബഹുമാനപ്പെട്ട MLA അതുപോലെ C. കുഞ്ഞമ്മ സാഹിബ് അതുപോലെ ഷിബു, അവരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ എന്നും വരാറുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമകളായിരുന്നു ഈ 3 പേര്. അതിന്റെ ചന്തു മാഷ് ഞങ്ങളുടെ വീട്ടിൽ, കാരണം ഞങ്ങളുടെ വീട്ടിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ്. കുറച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്, ലീഗുകാരുണ്ട്, INL-ഉണ്ട്. അന്നൊന്നും ഓഫീസിൽ വെച്ചിട്ട് മീറ്റിംഗ് കൂടാറില്ല, വീട്ടിൽ വെച്ചിട്ടാണ് കൂടാറ്. അപ്പം ഞങ്ങളുടെ ഏരിയയിൽ എൻ്റെ വീട്ടിലും വെച്ച് മറ്റുള്ള വീട്ടിൽ വെച്ചിട്ടാണ് യോഗം കൂടും. ഈ ബന്ധുക്കൾ, ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഞങ്ങളായിട്ട് നല്ല ബന്ധമാണ്. അപ്പം ഞാൻ ഇവിടെ കടന്നു പോയപ്പോൾ എനിക്ക് 2.5 കൊല്ലത്തെ ബഹുമാനപ്പെട്ട JP എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു. JP എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും JP-നോട് പറഞ്ഞാൽ JP അന്നേരം തന്നെ എനിക്ക് ഉത്തരം തരും. ഏതൊട്ട് സെറ്റ് വരെ അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് JP സാർ. അതിനുശേഷം JP പോയതിനു ശേഷം എൻ്റെ അടുത്ത് ഭാഗത്തിരിക്കുന്ന 24 മണിക്കൂർ ചിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സെക്രട്ടറി. ആ സെക്രട്ടറിയോട് ഇപ്പോൾ ചേംബറിൽ പോയാലും ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും. അതുപോലെ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട ഗുരുവിന്റെ മകൻ ബഹുമാനപ്പെട്ട പ്രജീഷ് സാർ, അവരുടെ അച്ഛനാണ് എന്നെ മേരടി മാപ്പിള സ്കൂളിൽ പഠിപ്പിച്ചത്. ഇപ്പം പറഞ്ഞല്ലോ, കാരണം സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ ഒരു മുല്ലാക്ക ഉണ്ടേനു, ഒരു അസംകുട്ടി മാഷ് ഉണ്ടേനു, ഒരു ചീരിക്കുട്ടി ടീച്ചർ ഉണ്ടേനു, ബഹുമാനപ്പെട്ട അച്ഛനുണ്ടായിരുന്നു. ഇവരെല്ലാം വന്നിട്ട് ഞങ്ങളെല്ലാം പറയലും പിടിച്ചു കൊണ്ടുവരും. അന്നത്തെ കാലത്ത് മടിയന്മാരാ ഞങ്ങളല്ലോ, ഒരുപാട് മടിയന്മാരാ. പക്ഷെ ഇവര് നല്ലൊരു ചൂറിൽ മടിയായിട്ടാണ് വരിക. മാഷ് ഞങ്ങൾ പിടിച്ച് വലിച്ച് സ്കൂളിൽ കൊണ്ടുവരും. അങ്ങനത്തെ ഒരു കാലത്തെയും ഞങ്ങൾ ഇനി ഏതായാലും ഈ അടുത്ത 5 കൊല്ലത്തേക്ക് ഞാൻ ഉണ്ടാകില്ലേ, ഞാൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഉണ്ടാകില്ല. ഇവിടെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ വരും. പിന്നെ എൻ്റെ സുഹൃത്ത് വരും. ഇതെല്ലാം സുഹൃത്തുക്കളാണ്, എല്ലാം വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട ബാബുവിനെയാണ്. ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞില്ല, ബാബുവിനെയാണ്. എൻ്റെ ഫാമിലിക്കും ബാബുവിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കിടക്കുന്ന സമയത്ത് എൻ്റെ വൈഫിനെ എവിടെയാ പോകേണ്ടി ചെയ്യുന്നു. അപ്പൊ ഇത് ആരുണ്ട്, എൻ്റെ അടുത്ത് ഒരു കാവല് വേണ്ടേ. അപ്പം എൻ്റെ മോനും പിന്നെ ഭാര്യയും പറഞ്ഞ് ബാബുവേട്ടനെ വിളിക്കാന്ന് അറിയും. അങ്ങനെ ബാബുവേട്ടൻ ഫോണിൽ വിളിച്ച് ഉച്ചയ്ക്ക് ഞാൻ ചോറ് വെച്ചിരുന്ന് ബാബുവേട്ടൻ വന്ന് കുറച്ച് പലഹാരം ഉണ്ടെന്ന് പറയുന്നത് അന്ന് വെച്ചത്. അതിന് ഞാൻ ടേബിളിന്റെ കൂടെ കുറെ ഓഫീസിൽ കൊണ്ട് കഥയെല്ലാം പറഞ്ഞു. അപ്പൊ ആളാണ് ബാക്കിൽ അനിത, പിന്നെ നമ്മളെ ഷൈമ, റസിയ, ഒരു 10-12 ആൾക്കാർ എന്തെങ്കിലും കാണാൻ പറ്റും. ആ പ്ലേറ്റ് കംപ്ലീറ്റ് അവർ തീർക്കുകയും ചെയ്തു. തമാശ അറിയത്. അതുകൊണ്ട് ആരും കുറ്റം, നമ്മള് സ്നേഹിതന്മാരാണ്, ബന്ധുക്കളാണ്. ചിലപ്പോൾ വല്ല അടുത്തടുത്ത ഫാമിലി ആയിട്ട് വരും. ഏതായാലും ഈ 5 കൊല്ലത്തെ ബഹുമാനപ്പെട്ട സെക്രട്ടറി, ഞാൻ പ്രത്യേകം ഇഷ്ടപ്പെട്ട ഒരു സെക്രട്ടറിയാണ്. എന്താ, എനിക്ക് ചിരിക്കുന്ന മുഖം എപ്പോൾ ഭയങ്കര സന്തോഷമാണ്, എന്നും ചിരിയാണ്. അതുപോലെ പ്രജീഷ് സാർ ഈ മീശ മുകളിലോട്ടാക്കി ഒരു SI ലുക്ക് ഉണ്ടാവും. അപ്പൊ താഴോട്ടാണുള്ളത്. ചില സമയം ഈ ഫീൽഡിലേക്ക് പോകുന്നവരോ ഇതും പിരിച്ചിട്ട് പോകുന്നവരോ പോലീസാന്ന് എന്നെ വിചാരിച്ചു നോക്കും. അപ്പൊ അത്രയ്ക്ക് ഒരു ബഹുമാനത്തോടെ ആദരിക്കുന്ന ഒരാള്. അതുപോലെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. നമ്മുടെ HS ചന്ദ്രൻ സാർ നായക ചിരിന്റെ ഒരാളായിരുന്നു. എല്ലാവർക്കും അഭിനന്ദനം നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. പയ്യോളി നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷത്തെ ചരിത്രത്തിന്റെ ഭാഗമായാണ് ഈ ഭരണസമിതി അവർക്ക് ഏൽപ്പിച്ച ചുമതലകളിൽ നിന്ന് താൽക്കാലികമായി വിട പറയുന്നത്. കാരണം ഇതിൽ ഉള്ള കുറേയധികം ആളുകൾ അടുത്ത ഭരണസമിതിയുടെ വക്താക്കളായി വരുമെന്ന് കരുതുന്നു. ഒരു ജനപ്രതിനിധി എന്നതിൽ ഉപരി സാധാരണക്കാരന്റെ ദുരിതങ്ങളോടൊത്ത് നിന്ന് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു നിന്ന് നമ്മുടെ നഗരസഭയുടെ ഒട്ടാകെയുള്ള വികസനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് നിന്ന
ഈ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും. എന്നോട് കൗൺസിലർ ആവാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതിനില്ല, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. പക്ഷേ സാഹചര്യം കൊണ്ട് എനിക്ക് നിൽക്കേണ്ടി വന്നു. നിർബന്ധമായിട്ട് നിന്നേ പറ്റുമോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൗൺസിലറായിട്ട് വന്നു. ഞാൻ ആദ്യമൊന്നും അധികം സംസാരിക്കാറില്ലായിരുന്നു. പ്രസംഗം ഒന്ന് കേട്ടാൽ തന്നെ എനിക്ക് പേടിയാണ്. അപ്പോൾ ഈ കൗൺസിലറായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ നിന്നു. അതിനുശേഷം ഈ കൗൺസിലറായാൽ ഇത്രയും വലിയ സ്ഥാനം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായത്. എൻ്റെ ഏരിയ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി മേഖലയാണ്. വളരെ പാവപ്പെട്ടവരായ ജനങ്ങൾ, അറിവ് വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ പെൻഷന്റെ ഫോമെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പെൻഷനൊക്കെ കുറെ ആൾക്കെല്ലാം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ലൈഫിന്റെ വീടിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കുറെ വീടുകൾ കിട്ടിയിരുന്നു. അപ്പൊ അതിന് പല നടപടിക്രമങ്ങളും ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഒരു ലൈഫിന്റെ വീടിന്റെ ഒരു വീട്ടുജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയുടെ ലൈഫ് പട്ടികയിൽ വന്ന അവർക്ക് പിന്നെ റീസർവേന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു വർഷം കൊണ്ട് വീടെടുത്ത് പണി തീർക്കണം. അപ്പൊ ഞാൻ സെക്രട്ടറിനോട് ചോദിച്ചു, സെക്രട്ടറി ഇത് നടക്കുമോ? കാരണം റീസർവേയിൽ എൻ്റെ ഒരു സ്ഥലത്തിന് തന്നെ റീസർവേന്റെ പ്രശ്നം ഉണ്ടായിട്ട് 2 വർഷമായിട്ട് നടന്നിട്ടില്ല. അപ്പൊ ഈ വീട് എടുത്ത് തീർക്കണമെങ്കിൽ 1 വർഷം കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടറിനോട് പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞ് നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും എന്ന് പറഞ്ഞു. കാരണം റീസർവേ ചെയ്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം CRZ ഓഫീസിൽ പോയി അവിടെ നിന്ന് 1 വർഷം കഴിയണം. എന്തായാലും 2 വർഷം കൊണ്ട് ഇത് നടക്കുള്ളൂ എന്ന്. സെക്രട്ടറി പറഞ്ഞില്ല കുഴപ്പമില്ല, ഞങ്ങൾ നേരിട്ട് പോയിട്ട് പറഞ്ഞാൽ നടക്കുന്നത്. അങ്ങനെ ഞാൻ അവരെയും കൂട്ടി കൊയിലാണ്ടിയിൽ റീസർവേന്റെ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല നാളെ തന്നെ ഞങ്ങൾ എത്താന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ 9:30 തന്നെ എത്തി. അതിന്റെ അളവൊക്കെ എടുത്ത് പെർമിഷന് വേണ്ടി കൊടുത്ത് എല്ലാം റെഡിയായി. അതേ സമയത്ത് ആ വീട്ടിൽ ഈ ഉദ്യോഗസ്ഥന്മാർ പോയി കഴിഞ്ഞപ്പോൾ ആ ഗുണഭോക്താവിന്റെ ഭർത്താവ് എന്നെ ചീത്ത പറഞ്ഞു. നിങ്ങൾ എന്താ ഇവർക്ക് വീടെടുത്ത് കൊടുക്കാൻ പോകുന്നതാണോ? അവർക്ക് വീടെടുക്കാൻ സമ്മതിക്കില്ല എന്ന് സ്വന്തം ഭർത്താവാ പറയുന്നത്. പക്ഷെ എന്നാലും ആ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചു. അവർക്ക് ഇത് കിട്ടി, റീസർവേന്റെ പേപ്പർ കിട്ടി. അതിനുശേഷം CRZ അയച്ചു. അതിന്റെ പിന്നാലെ നടന്ന് അതും കിട്ടി. ഇപ്പോ പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ആ വീട്ടുജോലിക്കെല്ലാം പോകുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അവരെ വീടിന്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ വാർഡിൽ കുറേ ലൈഫിന്റെ വീടിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. അതിലെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. അതിന് ഞാൻ സെക്രട്ടറിയെ അഭിനന്ദിക്കുന്നു. കാരണം സെക്രട്ടറി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഓഫീസിൽ പോകാനും എല്ലാം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത്. അതുപോലെ വേറൊരു കാര്യം, ഞാൻ ഇവിടെ ക്യാബിനിൽ ഇരിക്കുമ്പോൾ ഒരു 40 വയസ്സുള്ള ഒരു പെൺകുട്ടി 1-2 പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ വന്ന് തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാല് എനിക്കൊരു ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിയുണ്ട്. പക്ഷെ ആ കുട്ടീനെ വീട്ടിൽ വേറെ ഒരാളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഒരു സ്കോളർഷിപ്പിന് വേണ്ടി കൊടുത്തിട്ട് ഇതുവരെ പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അവരോട് ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ച് അന്നേരം തന്നെ ICDS ഓഫീസറെ വിളിച്ചപ്പം കൃത്യമായിട്ട് എനിക്കുള്ള വിവരങ്ങൾ നൽകി. എന്നാൽ ഞാൻ എന്താ വെച്ചാൽ ഇവരോട് അവരെ ഫോൺ നമ്പറും പിന്നെ കുട്ടീന്റെ പേരും എല്ലാം വിശദമായിട്ട് ചോദിച്ച് ICDS ഓഫീസറോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇത് 6 മാസമായി പാസ്സായി കിടക്കുന്നുണ്ട്, അവരറിയാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഞാൻ അവരെ വിളിച്ച് പൈസ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നി. അന്ന് തന്നെ പറഞ്ഞു ഞാൻ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പോകുന്നതാണ്, വളരെ സന്തോഷം. ഈ 2 കാര്യങ്ങളും ചെയ്തപ്പോൾ ഒരു കൗൺസിലർ ആയാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ച ഇതിന് മുൻകൈ എടുത്ത സെക്രട്ടറിക്കും ഉദ്യോഗസ്ഥന്മാർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ എത്തിയിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ കൗൺസിലർമാരായിട്ടൊക്കെ വളരെ അടുത്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോഴേക്ക് എല്ലാവരും പോവുകയാണ്. ഏതായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ വർഷത്തെ എനിക്കുണ്ടായിരുന്നത്. കാരണം മുനിസിപ്പാലിറ്റിയിൽ വരുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു, ഇങ്ങനെയായിരിക്കും കൗൺസിലർമാർ. പഞ്ചായത്തിലാകുമ്പോൾ മെമ്പർമാരാണ്, അധികം അങ്ങനെ ഒരു ബന്ധപ്പെടേണ്ട ആവശ്യങ്ങളൊന്നും വരല്ല, ഫുൾ ടൈം അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും കൗൺസിലർമാരൊക്കെ വളരെ നല്ല സഹകരിച്ചിട്ടാണ് എന്നോട് പെരുമാറിയിട്ടത്. പ്രത്യേകിച്ച് ചെയർമാനായാലും, ചെയർമാൻ ഇപ്പം എന്താവശ്യത്തിനുള്ള നമ്മൾ അങ്ങോട്ട് വിളിപ്പിക്കാല്ല, ചെയർമാൻ ഇങ്ങോട്ട് ഇറങ്ങി വരിക. കാരണം മുമ്പ് ഞാൻ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കാലം. ഫസ്റ്റ് ആയിട്ട് തലശ്ശേരി ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ചെയർമാൻ വിളിച്ചാൽ നമുക്ക് പേടിയാണ് ആ റൂമിലേക്ക് പോകാൻ. എന്തായിരിക്കും ഇന്നിപ്പോൾ ചീത്ത കേൾക്കുക എന്നുള്ളൊരു പേടിയാണ്.
അവിടെ നമുക്ക് അങ്ങോട്ട് പറയാനുള്ള വോയിസ് ഒന്നുമില്ല. ചെയർമാൻ ഇങ്ങോട്ട് പറയുക, നമ്മൾ കേൾക്കുക, തിരിച്ചു പോരുക എന്നുള്ള. ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ഏത് കൗൺസിലർമാരായാലും എല്ലാവരും നമ്മളോട് അങ്ങനെ ഒരു സമ്മർദ്ദത്തിലാക്കുക, അത് ചെയ്യണം എന്ന് പറയുക, അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ കൗൺസിലർമാരായാലും വളരെ സൗഹൃദപരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. മാക്സിമം പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഏതെങ്കിലും വിധത്തിൽ എന്നെ കൊണ്ട് പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും മനസ്സിൽ നിന്ന് വായിച്ചു കളയുന്നു. ഇനി നമുക്ക് ഇതുപോലെ ഇനി എവിടെ പയ്യോളി തന്നെ ആയതുകൊണ്ട് എല്ലാവരും എവിടെ വെച്ചൊക്കെ കാണാമെന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പൊതുരംഗത്ത് നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും ഇതിലും മികച്ച സ്ഥാനങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ആദ്യമായി ഇത്തരമൊരു സംഘാടനം അതിന് നേതൃത്വം അരുളിയ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അഭിനന്ദനം നേരുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 വർഷം പിന്നിടുമ്പോൾ കഴിഞ്ഞ 2010-15 കാലഘട്ടത്തിൽ പഞ്ചായത്ത് മെമ്പറായി ഇവിടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അന്ന് ചുരുങ്ങിയ സ്റ്റാഫുകളും അതുപോലെ നമ്മളേതെങ്കിലും ആവശ്യങ്ങൾക്ക് മുന്നിലേക്ക് വന്നാൽ ഒരു ടേബിളിൽ നിന്നത് റെഡിയാക്കിയ നേരെ സെക്രട്ടറി ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ചു വരുന്നത് 2020 നിങ്ങളോടൊപ്പം ഒരു കൗൺസിലർ എന്ന നിലയിൽ ഇവിടെ കടന്നു വരുമ്പോൾ ആ പഴയ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഞാൻ വരുന്നത്. അപ്പോൾ നഗരസഭയിൽ ഉള്ള മാറ്റങ്ങൾ ഒരുപാട് ഉദ്യോഗസ്ഥരും അത്തരം അത് തുടക്കം കുറച്ച് അലോസരപ്പെടുത്തിയെങ്കിലും പിന്നീട് ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്നലെ എൻ്റെ ഡിവിഷനിൽ എനിക്കവിടെ വലിയൊരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു. അവിടെയുള്ള ആളുകളൊക്കെ നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഏറെ അനുമോദനങ്ങളൊക്കെ അർപ്പിച്ചപ്പോൾ അതിന് നിദാനമായത്, അത്തരമൊരു അവസ്ഥയ്ക്ക് നിദാനമായത് ഇവിടുത്തെ സ്റ്റാഫുകളാണ് എന്ന് എടുത്തു പറയേണ്ടി. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത ഒരുപാട് ആളുകൾ, നമ്മളോടൊപ്പം അന്ന് ഉണ്ടായ സ്റ്റാഫുകൾ ഏറെ സൗഹൃദത്തോടെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറയാനും അതുപോലെ ചെയ്തു തരാനൊക്കെ ശ്രമിച്ച ഒരുപാട് ആളുകൾ, അവരൊക്കെ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. പല ഓഫീസുകളിലും അവർ വർക്ക് ചെയ്തോളും. അതുപോലെ ഡിവിഷനിലെ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സെക്രട്ടറിയേറ്റ് ചെറിയ ഒരു പരിസരമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞാൽ നേരെ തിരിച്ച് സെക്രട്ടറിയോട് പോയി സംസാരിക്കാറ്. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് വ്യക്തിപരമല്ല, ഒരു ഡിവിഷൻ കൗൺസിലർ എന്ന രീതിയിൽ കുറച്ച് പിടിവാശിയൊക്കെ ആ കാര്യത്തിലൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് നേരത്തെ പരിചയമുള്ള ആകെ പ്രതീക്ഷ, കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർ ആ സമയത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന നിലയിൽ ഏറ്റെടുക്കുമ്പോൾ പ്രതീക്ഷേട്ടനെ ഞാൻ അതിൻ്റെ മുന്നിൽ നിർത്തും. കാരണം അത് ഒരു ധൈര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സഹായങ്ങൾ പ്രതീക്ഷേട്ടൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ സ്റ്റാഫുകളായാലും ഒരുപാട് സ്റ്റാഫുകൾ, ഇപ്പോൾ സാന്ദർഭികവശാൽ ഞാനൊരു കാര്യം പറയാൻ, നമ്മൾ ദീപയൊക്കെ ഇവിടുന്ന് പോയി. നമ്മുടെ ഒരു ദീപ സ്റ്റാഫ് ഒരു ദിവസം ഞാൻ വയനാട് നിന്ന് രാത്രി ഫാമിലിയോടൊപ്പം ഇങ്ങനെ ഒരു ലിസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കാറ് ബ്ലോക്കായതാണ്. ഒരു ബ്ലോക്കിൽ കുടുങ്ങി ബ്ലോക്കായപ്പോൾ മറുഭാഗത്തേക്ക് ഞാൻ ബാലുശ്ശേരി നോക്കുമ്പോൾ അവിടെ ഒരു 2 കുട്ടികളെ കൈയും പിടിച്ചിട്ട് നമ്മുടെ ദീപ ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കാത്തിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഗ്ലാസ് താത്തി ദീപേ ദീപേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളിച്ചു. അപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ദീപ ഓട്ടോറിക്ഷ കാത്തിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല മറുഭാഗത്തിൽ. അപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് എന്നോട് എൻ്റെ ഭാര്യ വയ്ക്കാന്ന്, നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ, കാരണം ആളുകളൊക്കെ എന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്റ്റാഫുകൾ നമ്മളെ ഒരു കൂടപ്പിറപ്പിനൊന്നോണം അവരോട് നമ്മൾ ഈ 5 വർഷവും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരോടും ഒരു പ്രയാസങ്ങളും നേരാതെ അവരോടൊക്കെ നല്ല സൗഹൃദത്തോട് കൊണ്ട് നമ്മളും അതുപോലെ നമ്മളോടും തിരിച്ചു ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കിയത്, പഞ്ചായത്ത് നേരത്തെ ഭരണസമിതിയിലുള്ള സമയത്ത് നമ്മളെ പത്മരാജ സെക്രട്ടറി അതുപോലെ കുറേ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ഭരണസമിതിയിൽ നമ്മളെ ഉദ്യോഗസ്ഥർ മുഴുവൻ ഒരു അഴിമതിയുടെ കറപുരളാത്ത ഉദ്യോഗസ്ഥരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതുള്ള ഒരു ഭാഗ്യം കൂടിയാണ്. ഇപ്പൊ പുതുതായി വന്ന മൊയ്തു സാറിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ കുറെ ആളുകളെ നമ്മളിപ്പോൾ വന്ന 2-3 മാസത്തെ സൗഹൃദം മാത്രം. തീർച്ചയായും വരാനിരിക്കുന്ന നാളുകളിൽ പയ്യോളി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഒരു ജനകീയമായ രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുക. അപ്പോൾ ഇത് നഗരസഭയായി പോയി എന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഇനി വരാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഏകീകരണത്തോടെ ഇവിടെ വരാൻ സാധിച്ചു. വരുമ്പോൾ ഒരു ആശങ്കയോടൊക്കെയാണ് വന്നത്. കാരണം നഗരസഭയിൽ എങ്ങനെയായിരിക്കും, ഒരുപാട് പഞ്ചായത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ഭരണസമിതിയായിരുന്നു ഇതുവരെ, നല്ല സൗഹൃദത്തിൽ തന്നെ. ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ടൂറും എല്ലാം പോയിട്ടുള്ളതാണ്. അപ്പം ഇനി നഗരസഭയിൽ എങ്ങനെയായിരിക്കും എന്നൊരു ആശങ്കയോട് കൂടി വന്നത്. പിന്നെ ആകെ ഒരു സമാധാനം, നമ്മുടെ പ്രജീഷേട്ടൻ ഇവിടെ ഉണ്ട്, ഒറ്റ ധൈര്യത്തിൽ വണ്ടി പിടിച്ചതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒട്ടേറെ പരിചയമുള്ള മുഖങ്ങള്, പഴയ പഞ്ചായത്തിന് അതേ സ്വഭാവം തന്നെയുള്ള കൗൺസിലുകൾ, പിന്നെ ഒരു അപരിചിതത്വം ഇല്ല. പിന്നെ സെക്രട്ടറിയെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ പിന്നെ ഒന്നും നോക്കാനില്ല, അത്രയും ധൈര്യമായി. അപ്പോൾ എന്തായാലും കുറഞ്ഞ നാളെ ഈ കൗൺസിലിന്റെ കൂടെ നിൽക്കാൻ പറ്റിയുള്ളൂ. എല്ലാവർക്കും ഇനി എന്തായാലും തിരിച്ചു വരണ്ടാവില്ല. എന്നാലും പൊതുരംഗത്തിന് വിരാമമില്ലല്ലോ, പിന്നെ അത് നല്ല നിലയിൽ ശോഭിക്കട്ടെ.